വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാർ, ദൈവദശകത്തിന്റെ ശതാബ്ദിയും വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതിയും പടിയൂരിന്റെ ഹൈന്ദവ മനസ്സ് അതിന്റെ ആവേശവും ആവേഗവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആഘോഷ പരിപാടി ശരിക്കും ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച്, എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും ഒരുമിച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ സമാജത്തിന് വ്യക്തിപരമായും സാമാജികമായും ഉയർച്ച നേടാൻ സാധിക്കുക എന്ന കണ്ടെത്തലിൽ നിന്ന് ഗുരുദേവൻ രചിച്ച ആ പ്രാർത്ഥനാ ഗീതം നമ്മൾ ഒന്നിച്ചു മുഴക്കിയപ്പോൾ തീർച്ചയായും നമ്മളും ആ ഒരു വ്യക്തിപരമായും സാമാജികമായുമുള്ള ഉയർച്ചകൾ താണ്ടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്മളത് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനാ ഗീതം നമ്മൾ പല ഘട്ടങ്ങളിലും പഠിച്ചു, ചർച്ചയ്ക്ക് വിധേയമാക്കി. എല്ലാവർക്കും ഇന്നറിയാം. ദൈവമേ കാത്തുകൊൽകങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഒരു നിരാശയുടെ ശബ്ദത്തില് മറ്റൊരു വഴിയുമില്ല എന്നുള്ളൊരു ഗതികേടിന്റെ സ്വരത്തിൽ ദൈവമേ ഞങ്ങളെ കാത്തോളണേ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കാണ് ദൈവമേ ഞങ്ങളെ ഒന്ന് കാത്തോളണേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനാ ഗീതം അവസാനിപ്പിക്കുന്നത് വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സുഖത്തിലേക്ക് എത്തുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം, നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട നേട്ടം എന്താണ്? ഏത് ഗതികേടിൽ നിൽക്കുമ്പോഴും ദൈവമല്ലാതെ മറ്റൊരാശ്രയമില്ല, എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി എല്ലാം സുഖത്തിൽ, എല്ലാ സുഖവും നേടാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. എന്തൊക്കെ പ്രതിസന്ധികൾ അവിടെ കടന്നോട്ടെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സുഖം 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 എന്ന് അവനവന് തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. ഗുരുദേവൻ 10 ശ്ലോകങ്ങളിലൂടെയായി ഈ ആത്മവിശ്വാസം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ആ ഗതികേടിൽ നിന്ന്, ദൈവമേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗതികേടിൽ നിന്ന് എല്ലാം സുഖത്തിലേക്ക് എന്ന വഴിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ആ പ്രാർത്ഥനയിൽ തുടങ്ങി 10 വർഷം മുന്നോട്ട് പോന്നപ്പോൾ എങ്ങനെയാ സുഖത്തിലേക്ക് നീങ്ങും? കേരളത്തിന്റെ ഹൈന്ദവ മനസ്സ് ഗുരുദേവനിൽ നിന്ന് തന്നെ പഠിച്ചു. ദൈവമേ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ബുദ്ധിമുട്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ദൈവത്തിന്റെ അനുഗ്രഹാശിസുകൾ വാങ്ങിക്കൊണ്ട് അവ ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ പ്രവർത്തിക്കണം എന്ന കണ്ടെത്തൽ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഒക്കെ തന്നെ പഠിപ്പിച്ച ഗുരുദേവനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ രണ്ടാമത് നമ്മൾ ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി. നേരത്തെ ഇവിടെ ഹരിയേട്ടൻ പറഞ്ഞു അതിന്റെ ഇന്നത്തെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അന്നും നമ്മെ അത് പഠിപ്പിച്ചത് എന്താണ് എന്നുള്ളത്. അപ്പൊ ആ സുഖം സുഖം എന്ന അവസ്ഥയിലേക്ക് 100 പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്ന നമ്മൾ സുഖം സുഖം എന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തും? 10 വർഷം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ മാർഗം കാണിച്ചു തന്നു. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കം ഞാനൊരു ഹിന്ദുവാണ്. അപ്പൊ ആ സുഖം സുഖം എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നമ്മളെ മറക്കാതിരിക്കണം. നമ്മൾ ആരാണ് എന്നതിൽ അഭിമാനിക്കണം. അഭിമാനമില്ലാത്തൊരു ജനതയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വ്യക്തിക്കും കഴിയില്ല, കുടുംബത്തിനും കഴിയില്ല, സമാജത്തിനും കഴിയില്ല. ഹൈന്ദവ ഉണർവ് ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകൾ. വളരെ ശക്തമായ വിധത്തിൽ തന്നെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഹൈന്ദവ സമാജം മുന്നോട്ട് പോയാൽ അത് ഹിന്ദുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അവനെ അടിമയാക്കാൻ, നേരത്തെ പറഞ്ഞു ഇവിടെ പരാമർശ വിഷയമായ മതം മാറ്റം അടക്കമുള്ളവയുടെ ഗതി വർദ്ധിപ്പിക്കാൻ അത് സാധിക്കില്ല എന്ന തിരിച്ചറിവില് പലരും ഗൂഢാലോചനകൾ മെനഞ്ഞു. ആ ഗൂഢാലോചനകളിൽ നമ്മൾ ഇരയായി. ഏറ്റവും വലിയ ഗൂഢാലോചന നമ്മൾ കാണുന്നത് 1924 1931 ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ, ഒരുമിച്ച് നിന്ന് വിജയിപ്പിച്ച ഹൈന്ദവ സമാജത്തെ, അത് ക്ഷേത്ര കേന്ദ്രീകൃതമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഹൈന്ദവ സമാജത്തെ പിന്നെ വഞ്ചിച്ചത് 1930കളുടെ തന്നെ അവസാനത്തിൽ 1940 വരുന്നതിന് മുൻപ് കേരളത്തിന്റെ മണ്ണിൽ ഹിന്ദുവിനെ ചതിക്കാൻ വേണ്ടിയിട്ട് മതം മാറ്റക്കാരുടെ മുഖം മൂടിയിട്ട മറ്റൊരു രൂപം. ക്രിസ്ത്യാനി നേരിട്ട് വന്നാൽ സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞാൽ 100% ഹിന്ദുവും ഒരുപക്ഷെ അതിൽ വീണു എന്ന് വരില്ല. മുസ്ലിം നേരിട്ട്, മുസ്ലിം സംഘടനകൾ വന്ന് ജിഹാദിലൂടെ സ്വർഗത്തെത്താമെന്ന് പറഞ്ഞാൽ ആത്മീയമായ അടിത്തറയുള്ള ഹിന്ദു ഒരുപക്ഷെ അതിലേക്ക് വീണു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നൊക്കെ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞതുപോലെ തന്നെ, ഇവരിൽ നിന്നൊക്കെ അച്ചാരം പറ്റിക്കൊണ്ട് ഇവരൊക്കെ വളർത്തുന്ന മുഖം മൂടിയിട്ട് ഒരു പ്രസ്ഥാനം കേരളത്തിൽ പിറന്നു വീണു. അതാണ് അങ്ങ് കണ്ണൂർ ജില്ലയിൽ പിണറായി
പെണറായിലെ പാറപ്പുറത്ത് കുരുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അവിടെയാണ് ഹിന്ദു വഞ്ചിക്കപ്പെട്ടത്. അതുവരെ ശക്തമായി ഹിന്ദു മുന്നോട്ട് വരികയായിരുന്നു. ക്ഷേത്ര കേന്ദ്രീകൃതമായി ആത്മീയമായ വളർച്ചയിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് പടയോട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മെ നയിക്കാൻ ആചാര്യന്മാരുണ്ടായിരുന്നു, നമ്മെ നയിക്കാൻ നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് പാളം തെറ്റി. ക്രിസ്ത്യാനിയുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞവൻ ആ കണിയിൽ വീഴാതിരുന്നു, മുസ്ലിമിന്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞവൻ വീഴാതിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കുതന്ത്രങ്ങൾ രൂപവും ഭാവവും ഭാഷയും മാറ്റിക്കൊണ്ടുവന്നപ്പോൾ അവിടെ ഹിന്ദു പതറിപ്പോയി. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവും അവര് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അർത്ഥമറിയാതെ അവരുടെ കൂടെ എത്തിയപ്പോൾ അവര് അന്നും ഇന്നും കളിക്കുന്ന കളി ഒന്നായിരുന്നു. ഒറ്റ കളിയാണ് കളിച്ചത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ദൈവം വേണ്ട, അമ്പലം വേണ്ട, ആചാരം വേണ്ട, ഒന്നും വേണ്ട. കാരണം ഹിന്ദു നന്നാകാൻ ഈശ്വരൻ വേണം, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് എന്ന് 100 വർഷങ്ങൾക്കപ്പുറത്ത് പറഞ്ഞ് ദൈവവിശ്വാസം നമ്മളിലേക്ക് എത്തിച്ചെന്ന ഗുരുദേവനെ നോക്കുകുത്തിയായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, ദൈവം വേണ്ട, ദൈവം ഇല്ല. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. കമ്മ്യൂണിസം തലയ്ക്ക് കയറിയവർ ചിന്തിക്കാൻ മറന്നു. കമ്മ്യൂണിസ്റ്റ് തലയ്ക്ക് കയറിയ ഹിന്ദു ചിന്തിച്ചില്ല, എന്ത് ഈ അമ്പലം നശിച്ചാന്ന് പറഞ്ഞത്? ആരാധനാലയം എന്ന് പറയായിരുന്നില്ലേ? ഒരു ആരാധനാലയം നശിച്ചാൽ എന്തേ പറയാഞ്ഞത്? അമ്പലം 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 എന്ന് എടുത്തു പറഞ്ഞു, ആരാധനാലയം എന്ന് പറഞ്ഞില്ല. അത് ചിന്തിക്കാൻ പോലുമുള്ള സ്വബുദ്ധി ഹിന്ദുവിനുണ്ടായിരുന്നില്ല. കാരണം അത്രയും മയക്കുമരുന്ന്, കമ്മ്യൂണിസത്തിന്റെ മയക്കുമരുന്ന് അരച്ച് കലക്കി കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ജനതയ്ക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ പേരെടുത്തു പറഞ്ഞു എന്ന് ചിന്തിക്കാൻ സാധിച്ചില്ല. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം. ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെ മേൽ മാത്രം കിടന്ന് കുതിര കയറി രാമായണവും ഭാഗവതമൊക്കെ വാരിയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞു. അമ്പലങ്ങൾ പൊളിച്ച് കപ്പ നടണം എന്ന് പറഞ്ഞു. എവിടെ നിന്നാണോ അമ്പലങ്ങളിലൂടെ ഈശ്വരനിലൂടെ ഹിന്ദു സംഘടിക്കാൻ തുടങ്ങിയത്, ഹിന്ദു ശക്തരാകാൻ തുടങ്ങിയത്, ഇത് തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോക ക്രൈസ്തവ സംഘടനകൾക്ക് വേണ്ടി, ലോക ഇസ്ലാമിക സംഘടനകൾക്ക് വേണ്ടി ആചാരം പറ്റിക്കൊണ്ട് വേഷം മാറി ഇവിടെ പ്രവർത്തിച്ചപ്പോൾ അതേ അമ്പലത്തിൽ നിന്ന് ഹിന്ദുവിനെ ആട്ടി അകറ്റി അന്തിത്തിരി വെക്കാൻ പാകമില്ലാതെ ഇവിടുത്തെ അമ്പലങ്ങൾ അടഞ്ഞു കിടന്നത് കണ്ടപ്പോൾ അവർ ആനന്ദിച്ചു. ഇനി ഒരിക്കലും ഹൈന്ദവ സമാജം തിരിച്ചു വരില്ല, ഉയർത്തെഴുന്നേൽക്കില്ല എന്നവര് വൃഥാ സ്വപ്നം കണ്ടു. കാരണം അമ്പലങ്ങളൊക്കെ അന്തിത്തിരി മുടങ്ങി കിടക്കുകയായിരുന്നു. എല്ലാ അമ്പലങ്ങളും പടയോട്ടങ്ങൾ തകർത്തതിനെ ബാക്കി അധികാരത്തിൽ കയറിയപ്പോ ഭൂപരിഷ്കരണത്തിലൂടെയും അങ്ങോട്ട് നിർഗതി പിടിപ്പിച്ചിട്ട് ഒരു തിരി നനയ്ക്കാൻ വഴിയില്ലാതെ അമ്പലങ്ങൾ അടച്ചിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ അട്ടഹസിച്ചു, ആഹ്ലാദിച്ചു. കഴിഞ്ഞു ഹിന്ദുവിന്റെ കഥ. കാരണം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്ന് പറഞ്ഞ് തുടങ്ങിയാലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. വൈക്കം സത്യാഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര നിരത്തുകളിലേക്ക് ആകർഷിക്കപ്പെട്ടാലേ നമ്മൾ ഒന്നാകൂ. ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രത്തിനകത്ത് വന്നാലേ നമ്മൾ ഒന്നാകൂ, നന്നാകൂ, മുന്നോട്ട് പോകൂ. ആ ക്ഷേത്രങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്തിത്തിരിക്ക് വഴിയില്ലാതെ അവയെ അടച്ചിട്ടപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ അട്ടഹസിച്ചു, ആഹ്ലാദിച്ചു. ഞങ്ങളേറ്റ ദൗത്യം ഞങ്ങൾ നിറവേറ്റി. ഞങ്ങളുടെ അവതാരത്തിന് ഒരു ലക്ഷ്യമുണ്ട്. 1939 പിണറായിലെ പാറപ്പുറത്ത് കുരുത്ത ആ അവതാരത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഹിന്ദുത്വത്തെ നശിപ്പിക്കുക. കാരണം ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, പുറമെ ആരെ ഉപയോഗിച്ചുകൊണ്ടല്ല, ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഹിന്ദുവിനെ തന്നെ മയക്കി കിടത്തിക്കൊണ്ട് അതിനെ നശിപ്പിക്കുക. അതിനവനെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റണം, വിശ്വാസങ്ങളിൽ നിന്ന് അകറ്റണം, ആചാരങ്ങളിൽ നിന്ന് അകറ്റണം. നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ വീണ്ടെടുത്തു, പക്ഷെ നമുക്കറിയാം ആചാരങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല. കാരണം നമ്മളിൽ ഇപ്പോഴും അരച്ച് കലക്കി കുടിച്ച മയക്കുമരുന്നിന്റെ മത്തി ഇനിയും ഇറങ്ങാനുണ്ട്. നമ്മുടെ ആചാരങ്ങൾ നമുക്ക് എന്താ സംഭവിച്ച ചിന്തിക്കുക. ഒരു നാമജപമില്ല, അല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് എന്ന് പറഞ്ഞ ഗുരുദേവൻ നമുക്ക് രചിച്ചു തന്ന ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒന്നുണ്ട്, എല്ലാ ചുണ്ടുകളിലും നാമജപം ഉണ്ടായിരിക്കണം. അതാത് സമയത്ത് വേണ്ടുന്ന വിധത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. ഇത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷത്തിലൂടെ നമ്മളൊക്കെ നടക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈശ്വര ചിന്തയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷെ എന്തേ നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടത്? അത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എങ്ങനെയാ നഷ്ടപ്പെട്ടതെന്നുള്ളത്. കാര്യം ശരിയായിരുന്നു, നമ്മളിൽ അനാചാരം ഉണ്ടായിരുന്നു, ദുരാചാരം ഉണ്ടായിരുന്നു. അനാചാരം പരിഷ്കരിക്കണമായിരുന്നു, ദുരാചാരം ഒഴിവാക്കണമായിരുന്നു. അതിന് നമുക്ക് അവസരവും കിട്ടി, ആചാര്യന്മാരെയും കിട്ടി. അതാണ് പാളം തെറ്റിപ്പോയത്. എങ്ങനെ? തെക്കൻ തിരുവിതാംകൂറിൽ അയ്യാ വൈകുണ്ഠസ്വാമിയിൽ തുടങ്ങി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അടക്കമുള്ള അവതാര സദൃശരായ നമ്മുടെ ആചാര്യന്മാർ ഹിന്ദുക്കളിലെ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും പെറുക്കായിരുന്നു. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് പെറുക്കിയിടുകയായിരുന്നു. അത് എന്താണ് എന്ന് മനസ്സിലാക്കിയ മുറം ഏറ്റു മനസ്സിലാക്കിക്കൊണ്ട് മുറം
നേതൃത്വം ഏറ്റുവാങ്ങിയ മന്നത്ത് പത്മനാഭനാകട്ടെ, ടി കെ മാധവനാകട്ടെ, മഹാത്മാ അയ്യങ്കാളിയാകട്ടെ, പണ്ഡിറ്റ് കറുപ്പനാകട്ടെ, അത്തരത്തിലുള്ള ആളുകൾ അവരും പെറുക്കാൻ തുടങ്ങി. ഇതേപോലെ അനാചാരങ്ങളെ പരിഷ്കരിച്ചു, ദുരാചാരങ്ങളെ ഒഴിവാക്കി, അതിന്റെ ഇടയ്ക്കാണ് ഇപ്പ ശരിയാക്കി തരാന്നും പറഞ്ഞിട്ട് ആ മുറം കമ്മ്യൂണിസ്റ്റുകാരോട് വാങ്ങിയത്. ഹൈന്ദവ ആചാര പരിഷ്കരണങ്ങളെയും ഹൈന്ദവ ധർമ്മത്തിനെയും സംബന്ധിച്ച മറ ഇപ്പ ശരിയാക്കി തരാന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരോട് വാങ്ങി മുറത്തോടുകൂടി ഒരൊറ്റ ഏറ തൊടിയിരിക്കും. അതിൽ ആചാരം പോയി, അനാചാരം പോയി, ദുരാചാരം എല്ലാം തൊടി കിടന്നു. ഞങ്ങളാണ് നിങ്ങളെ സർവത്ര ഇപ്പോഴും അവകാശവാദങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. നിങ്ങളെ കുളത്തിൽ പിന്നെ അമ്പലത്തിൽ കയറ്റിയത് ഞങ്ങളാണ്, നിങ്ങളെ കുളത്തിൽ ഇറക്കിയത് ഞങ്ങൾ. അത് മാത്രം ഒരു സത്യം കേട്ടോ. ഹിന്ദുവിനെ കുളത്തിലിറക്കിയത് ആരാന്നുള്ളതിന്റെ അവകാശവാദത്തെ പറ്റിയിട്ട് ഒരു സംശയവും ആർക്കില്ല. നിങ്ങളെ കുളത്തിലാക്കിയത് ഞങ്ങളാണ് എന്ന അവകാശവാദങ്ങളൊക്കെ ഇവിടെയാണ്. സർവത്ര ഒരൊറ്റ ഏറാണ് തൊടിയിലേക്ക്. ദൈവമേ കാത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവദശകത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹം, ഒരാവേശം. നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളില് ധീരോടെ ആത്മീയമായ അടിത്തറയിൽ മുന്നോട്ട് പോയത്, വൈക്കം സത്യാഗ്രഹം വിജയിപ്പിച്ചത്, ഗുരുവായൂർ സത്യാഗ്രഹം വിജയിപ്പിച്ചത്, ധാരാളം സ്ഥലങ്ങളിൽ മതം മാറിപ്പോയ ഹിന്ദുക്കളെ 100 കണക്കിന് അന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഗുരുദേവന്റെ ഒക്കെ തന്നെ ആഗ്രഹപ്രകാരം. എങ്ങനെയാണോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് ആളുകളെ അന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്, ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മികമായ ഒരു അടിത്തറയിലൂടെയുള്ള ഹൈന്ദവ നവോത്ഥാനം. അതല്ലാതെ ഹിന്ദുവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഹിന്ദു ധർമ്മം ആധ്യാത്മികതയിൽ അധിഷ്ഠിതമാണ്. അതിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇതിന്റെ ഭൗതികത വളരേണ്ടത്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതിയാകട്ടെ, ദൈവദശകത്തിന്റെ ശതാബ്ദിയാകട്ടെ, ഏതാണെങ്കിലും നമുക്കിത് ആധ്യാത്മികതയിൽ നിന്നുകൊണ്ടുള്ള ഭൗതികമായ കൂട്ടായ്മ വളർത്തിയെടുക്കാനുള്ള അവസരമാണ്. അന്ന് തുടങ്ങിയ ചതി, സംഘടിതമായ ചതി ഇന്നും നിന്നിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കൂ, പരസ്യമായി ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ മാത്രമല്ലേ? ഇന്ന് മങ്ങാടിയിലിട്ട് എല്ലുമ്പുന്നത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ മാത്രമല്ലേ? മറ്റെല്ലാം സുരക്ഷിതരാണ്. അതെല്ലാം ഇരുമ്പ് മറയ്ക്കുള്ളിലാണ്. ആർക്കും എത്തി നോക്കാൻ പോലും കഴിയാത്ത ഇരുമ്പ് മറകൾക്കുള്ളിൽ അവരുടെ വിശ്വാസവും ആചാരങ്ങളും എല്ലാം സുരക്ഷിതരായിരിക്കുമ്പോൾ ഹിന്ദുവിന്റെ മാത്രം അവന് വിശ്വസിക്കാനോ അവന് ഏതെങ്കിലും ആചാരങ്ങൾ നടത്താനോ പാർട്ടിക്കാരുടെ തിട്ടൂരം വേണം എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, 2 അക്ഷരേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യല്ലേ, PK എന്നും പറഞ്ഞിട്ട് കലിയിറങ്ങിയത് കേരളത്തിലുള്ള പല നേതാക്കൾക്കാ. അയ്യോ, അത് കണ്ടില്ലെങ്കിൽ സ്വൈരമാകുമെന്നാണ്. കാരണം എന്താ? ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കാൻ, ഹിന്ദുത്വത്തിന്റെ വിശ്വാസങ്ങൾക്ക് മേൽ കുതിര കയറാൻ അതിൽ സമയം കണ്ടെത്തി. അതിനുള്ളതാണ് സിനിമ. അത് കണ്ടില്ലെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പോയി. കാരണം ഹിന്ദുവിനെ ആക്രമിക്കാൻ കിട്ടുന്ന, ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ പുലഭ്യം പറയാൻ കിട്ടുന്ന ഒരവസരവും തള്ളി പറയാൻ സാധ്യമല്ല. ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മാതൃഭൂമി തന്നെ അവകാശപ്പെടുന്നതും അഭിമാനിക്കുന്നതും കേരളത്തിലെ എല്ലാ എഴുത്തുകാരും എഴുതി തെളിഞ്ഞ തട്ടകമാണെന്നാണ്. ഏറ്റവും കഴിവുള്ളവരും അറിവുള്ളവരും എല്ലാം എഴുതി തെളിയുന്ന വാരികയാണ് മാതൃഭൂമി എന്ന് അവരങ്ങ് വിശ്വസിച്ച് വരുന്നത്. നേരാണോ നുണയാണോ നമുക്കറിയില്ല. ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഇപ്രാവശ്യത്തെ അവരുടെ വിലയേറിയ പേജുകൾ അവർ നീക്കി വെച്ചത് എന്തിനായിരുന്നു? വായിച്ചിട്ടുള്ളവരൊന്ന് ശ്രദ്ധിച്ചേക്ക. വായിക്കാത്തൊരു കാശ് കൊടുത്ത് വാങ്ങിയൊന്നും വായിക്കരുത് കേട്ടോ. കാശ് കൊടുത്ത് വാങ്ങിയാൽ ആ കാശ് നമുക്കിട്ടൊരു ഭാരയായി പോകും. വല്ലവരൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയാൽ വായിച്ചു നോക്കിയാൽ മതി. കേട്ടതിന്റെ പാതി പോയി ആരും വാങ്ങിക്കണ്ട. കാരണം പ്രചരണം നമ്മൾ തന്നെ, പൈസ നമ്മൾ തന്നെ, നമുക്കിട്ട് പണിയുമ്പോൾ നമ്മൾ തന്നെ പൈസ കൊടുക്കണ്ട. അതിന്റെ ഹെഡിങ്, മെയിൻ മറ്റേ കവർ സ്റ്റോറി തന്നെ എന്താണെന്ന് അറിയാമോ? ഇനി വരുമോ ആഹാര പോലീസ് എന്ന്? ബിരിയാണി നിരോധിക്കുമോ? ആഹാര പോലീസ് വരുമോ? സദാചാര പോലീസിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ മാനവശേഷി വികസന വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടത്രേ. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ആ നിർദ്ദേശം മറ്റൊന്നുമല്ല, മേലിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മെസ്സുകൾ വേറെ ഉണ്ടാകണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മെസ്സുകൾ വേറെ ഉണ്ടാകണം, ഇടകലർന്നുണ്ടാകരുത്. ഈ ഒരു ഉത്തരവിനെ ആക്ഷേപിക്കാനാണ് പേജുകൾ മാതൃഭൂമി നീക്കി വെച്ചത്. ഇത്ര അപകടമുള്ള കാര്യമാണോ? വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പേജുകളൊന്നും മെസ്സുകളൊന്നും മാറ്റണമെന്ന് പറയുന്നത് ഇത്രയും അപകടകരമായ ഒരു വസ്തുതയാണോ? നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ റംസാൻ മാസത്തില് ഭാരതം മുഴുവൻ ചർച്ച ചെയ്തു. മഹാരാഷ്ട്ര സദനില് മറ്റേ ശിവസേനയുടെ MP-മാര് ഒരു മുസ്ലിമിന്റെ വായി ചപ്പാത്തി തിരികെ കയറ്റി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കോലാഹലമായി. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി ഹിന്ദുവിന്റെ വയലാണെങ്കിൽ ആകാമായിരുന്നു, മുസ്ലിമിന്റെ വയലായോണ്ട് ആ കുഴപ്പമായി എന്ന്. ഒരു തൊഴിലാളിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാ,
ചെയ്യാൻ പാടില്ല. അയാൾ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ പിരിച്ചു വിട്ടാ പോലും. നാളെ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പോലെ. ഇതിനൊക്കെ സംവിധാനം അവിടെ കിടക്കുന്നുണ്ട്. ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ചർച്ച ചെയ്തൊരു തൊഴിലാളിയെ പീഡിപ്പിച്ചു എന്നല്ല. ഇടത്തും വലത്തും നേതാക്കളും എന്ന തൊണ്ടകീറി പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ വായി ചപ്പാത്തി തിരികെ കിട്ടിയത് അയാളുടെ വിശ്വാസത്തിനെതിരാണ്. റംസാൻ മാസത്തിൽ ആഹാരം കഴിക്കുക എന്നുള്ളത് അയാളുടെ വിശ്വാസത്തിനെതിരാണ്. വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 10 മണിക്ക് പുറപ്പെട്ടു. പലവിധ ബ്ലോക്കുകളും ഒക്കെ കുടുങ്ങി 3 മണിയായി തൊടുപുഴ എത്തിയപ്പോൾ എന്റെ ലക്ഷ്യം പാലായിൽ എത്തുക എന്നുള്ളതാണ്. 3 മണിക്ക് തൊടുപുഴ എത്തിയപ്പോഴേക്കും വയറ് സുന്ദരകാന്ഡം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പരിഹാരം കണ്ടതിന് ശേഷം അടുത്ത യാത്രയാകാം എന്ന നിലയ്ക്ക് തൊടുപുഴ ബസ് സ്റ്റാൻഡിനകത്തെ പേരൊക്കെ ഗംഭീര, ത്രിവേണി റെസ്റ്റോറന്റ് പേരൊക്കെ ഗംഭീരാണ്. അതിനകത്ത് കയറി എന്താ കഴിക്കേണ്ട വെച്ച് എന്താ കഴിക്കാനുള്ളത്, മനുഷ്യന് കഴിക്കാൻ പറ്റുന്നതിന്റെ വല്ല പേരും പറയുമെന്ന് ഇങ്ങനെ നോക്കി. ആദ്യം കേരളത്തിന്റെ ദേശീയ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞു പൊറാട്ട. ആ 3 മണി നേരത്ത് അത് ആട്ടാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ആ ആട്ട് വേണ്ട, കാരണം അത് ചവിട്ടി പിടിച്ച് ഉണ്ടാക്കണല്ലോ, പിടിച്ച് വലിച്ചുണ്ടാക്കി ചവിട്ടി കടിച്ച് ഉണ്ടാക്കണല്ലോ, അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കപ്പ കേട്ടു. കപ്പ എനിക്ക് ഇഷ്ടമാണ്, ആ നേരത്ത് കഴിക്കുകയും ചെയ്യാൻ തോന്നി. പറഞ്ഞത് കപ്പ ബിരിയാണി എന്നായിരുന്നു. മലബാർ ബിരിയാണിയുടെ സെന്ററാണ് മലപ്പുറം. അതിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അവിടെയൊക്കെ വളർന്ന ആളാ. അപ്പൊ എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി അതിന് മുകളിൽ എഗ് വെക്കുന്നു. ചിക്കൻ ബിരിയാണി പറഞ്ഞാൽ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ വെക്കുന്നു. വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞാൽ അരി കൊണ്ടുണ്ടാക്കി. എന്നാൽ ഈ അരി മസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറമാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. അവിടെ വരെ അങ്ങനെയാണ്. അപ്പൊ എന്റെ ധാരണ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കപ്പ കൊണ്ട് അലങ്കരിക്കുന്ന വസ്തുവാണ് ഇത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓർഡർ ചെയ്തു. കൊണ്ടുവന്ന് വെച്ചപ്പോ ചെറിയൊരു അപകടം മണക്കാണ്ടിരുന്നില്ല. ആകെ കൂടി ചവിട്ടി കുഴച്ച് ചുവന്നൊരു സാധനം മുമ്പിൽ കൊണ്ടു വെച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കുറച്ചു നേരം ഇങ്ങനെ കളിച്ചു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം ആരോ ചെയ്ത മുജ്ജന്മത്തിൽ ചെയ്ത മഹാപാപം കൊണ്ടായിരിക്കാം ഒരു കഷ്ണം കോരി വായിലിട്ടു. വായിലിട്ടപ്പോൾ അപകടം പൂർണ്ണമായി. ഉണ്ടാക്കുന്ന ആളോട് പോയിട്ട് ചോദിച്ചു, അല്ല ഇത് എന്തുകൊണ്ട് ഈ മുതലുണ്ടാക്കിയിരിക്കണ വെച്ചു. എന്തത്ര സംശയം? കപ്പ ബിരിയാണി പറഞ്ഞ എന്തത്ര സംശയം? കപ്പയും ബീഫും. കപ്പ ബിരിയാണി പറഞ്ഞ കപ്പയും ബീഫും. ഒരു സൂചന പോലും അതിനകത്ത് അതിൽ ബീഫ് അടങ്ങിയിട്ടുണ്ട് എന്നതിലില്ല. ബിരിയാണി എന്ന് പറഞ്ഞാൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട രൂപമുണ്ട് അതിന്. ഈ കപ്പയും ബീഫും ചേർത്തുകൊണ്ട് തൊടുപുഴക്കാർക്ക് കഴിക്കാനുള്ളതല്ല. KSRTC റെസ്റ്റോറന്റ് അന്യനാട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് കഴിക്കാനുള്ളതാണത്. അവിടെ മറ്റു നാട്ടുകാർക്ക് അറിയാത്ത ഈ സാധനം അവരുടെ മുന്നിൽ വിളമ്പി കൊടുക്കുമ്പോൾ ഒരു സൂചന പോലും അതിനകത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ട് എന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്റെ നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാര് വരെ അത് ഓർഡർ ചെയ്യും. കപ്പയല്ലേ എന്ന് വിചാരിച്ചിട്ട് അയ്യപ്പന്മാര് വരെ ചിലപ്പോൾ അത് ഓർഡർ ചെയ്തു എന്ന് വരും. ഈ ചതി തെറ്റല്ലേ? റംസാൻ മാസത്തിൽ ഒരു മുസൽമാന്റെ വായിൽ അയാളുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറമായി ആഹാരം വെച്ചു കൊടുത്തത് ഭാരതം മുഴുവൻ ഇളകത്തക്ക ഒരു പ്രശ്നമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ബീഫ് കഴിക്കരുത് എന്ന് ആഗ്രഹിക്കുകയും ബീഫ് കഴിക്കുന്നത് മതവിശ്വാസങ്ങൾക്ക് തെറ്റാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അറിയാതെ കൊണ്ടുപോയി അവരുടെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റുന്നത് അപകടമല്ലേ? ചിന്തിക്കുക. അവിടെ ഒരു തെറ്റെങ്കിലും പറ്റിയിട്ടുണ്ട്. അവിടെ ചപ്പാത്തി നന്നായില്ല, MP-മാർക്ക് കൊടുത്ത ചപ്പാത്തി നന്നായില്ല, അതിന്റെ ശിക്ഷയാകാം. ഏത് ശിക്ഷയുടെ പുറത്ത്? ഇവിടെ ചെല്ലുന്ന യാത്രക്കാരെ ശിക്ഷിക്കുന്നു. അറിയാത്ത യാത്രക്കാരെ ഏത് ചെയ്ത തെറ്റിന്? ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടല്ല ഹോട്ടലിലേക്ക് കയറുന്നത്. ഞാൻ അവരോട് ഒന്നേ ചോദിച്ചല്ലോ, നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചോ കേരളത്തിൽ എല്ലാവരും പന്നി പോത്തും തിന്നേണ്ടവരാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു എന്ന് ചോദിച്ചു. ഞാൻ ചിന്തിക്കൂ, ഇതൊരു മുസ്ലിമിനാണ് പറ്റിയിരുന്നെങ്കിൽ, പന്നി മാംസമാണ് ഇത്തരത്തിൽ കൊടുത്തിരുന്നത് എങ്കിൽ ആ കട ഇന്ന് അവിടെ കാണുമായിരുന്നു. അപ്പൊ ഹിന്ദുക്കൾക്ക് വികാരമില്ല എന്ന് ആരൊക്കെയോ ചിന്തിച്ചു, വിശ്വാസമില്ല എന്ന് ആരൊക്കെയോ ചിന്തിച്ചു. അതിന്റെ പുറത്താണ് നമ്മൾ ചിന്തിക്കണേ. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മെസ്സുകൾ വേറെയാക്കണം എന്ന് പറഞ്ഞത് മോദി സർക്കാരിന്റെ വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ചിഹ്നമായി പാടി പുകഴ്ത്തി ആ ലേഖനത്തിൽ. ഇനി ഏതൊക്കെ തലത്തിലേക്ക് ബിരിയാണിയെ നിരോധിക്കുമോ എന്ന തലത്തിൽ വരെ എത്തി. എല്ലാം ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു വികാരം സംരക്ഷിക്കാൻ വേണ്ടുന്ന ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല. ഇന്ന് വെജിറ്റേറിയൻസ് ആയ ധാരാളം ആളുകളുണ്ട്. അവർക്ക് അവരുടെ വികാരം സംരക്ഷിക്കപ്പെടേണ്ട. അതിൽ ഹിന്ദുക്കളും അഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അതൊന്ന് വേറെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ ഏത് പുരോഗതിയാ തടസ്സപ്പെടുക? അതിനുവേണ്ടി വിലയേറിയ പേജുകൾ മാറ്റിവെച്ചു. അപ്പൊ 39-ൽ പിണറായിലെ പാറപ്പുറത്ത് തുടങ്ങിയവർക്ക് ഇന്നും പല തലങ്ങളിൽ സ്വാധീനമുണ്ട്. പത്രമാധ്യമങ്ങളിൽ അവിടെയൊക്കെ അവരിന്ന് പുറത്തേക്ക് ആളെ കിട്ടാനില്ല, മുദ്രാവാക്യം വിളിക്കാൻ ആളെ കിട്ടാനില്ല, എന്തിനാ കൊടി കെട്ടാൻ വരെ ആളെ കിട്ടാനില്ല. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ കണ്ടതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂട്ടിലങ്ങാടി ഭാഗത്തേക്ക്, സത്യമായി സ്ഥലം പറഞ്ഞുതരാം, കുറുവ പഞ്ചായത്ത്, കൂട്ടിലങ്ങാടിക്ക് തൊട്ട് കിടക്കുന്ന കുറുവ പഞ്ചായത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇഷ്ടംപോലെ കൊടി കെട്ടിയിട്ടുണ്ട്. അതവിടെയൊക്കെ കെട്ടിയ മരത്തിന് നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ കൊടി കണ്ടപ്പോ ഇതിങ്ങനെ എന്താ പറ്റി
പറ്റിയെന്ന് മനസ്സിലാവില്ല. അവസാനം നമ്മൾ കാറിലല്ലേ പോണത്, അവസാനം നോക്കിയപ്പോ മനസ്സിലായി എല്ലാ ചുറ്റിക്കും മണ്ടയ്ക്ക് വിടാൻ തയ്യാറായിട്ടാണ് നിൽക്കണത്. കാരണം എല്ലാ കൊടിയും തിരിച്ചിട്ടാ കെട്ടിയിരിക്കുന്നത്. ആലപ്പുഴയിലെ നേതാക്കൾ തന്നെ കെട്ടി, എല്ലാ കൊടിയും തിരിച്ചിട്ടാ കെട്ടി. അരിവാളും ചുറ്റിക്കും കൂടി ഇപ്പൊ മണ്ടയ്ക്ക് വീഴും. സംഗതി എന്താ പറ്റിയെച്ചാ അവിടെ കരാറ് കൊടുത്തിരിക്കണേ. അന്യ സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചിട്ട് കരാറ് കൊടുത്തിരിക്കുക. കൊടി കെട്ടാൻ ആള് വേണ്ടേ, വിളിക്കാൻ ആള് വേണ്ടേ? അപ്പൊ ഇപ്പൊ ആകെ നടക്കുക ഇതേപോലുള്ള വല്ല പത്രസ്ഥാപനങ്ങളിലൂടെയും കഴുത കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ മാതിരി ഒരു കൂട്ടൊക്കെ എഴുതി സ്വയം അങ്ങോട്ട് സമാധാനിക്കുക എന്നതിലപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ എന്തിനേയും സഹായിച്ചളിയും, എന്തിനേയും അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളിലേക്ക് ഗതികേട്. കാരണം ഏറ്റെടുത്ത സമരം മുഴുവൻ പരാജയപ്പെടുകയാണ്. ഏറ്റെടുത്ത സമരം മുഴുവൻ പരാജയപ്പെടുക. ഒന്നിനും ആളില്ല, ഒന്നും പൂർത്തിയാക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എവിടെയാ 10 ആളെ കിട്ടുക നോക്കുക, അതിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടി കുത്തുക. വേറെ വഴിയൊന്നുമില്ല. പണ്ട് കേട്ടില്ലേ, കൊല്ലം മണ്ഡി ആഫീസിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് കൊടിയും അല്ലെങ്കിൽ ഇതൊക്കെ ആഫീസ് വിടണ നേരത്ത് പിടിച്ചിരുന്നു എന്ന്. അതുപോലെ മറ്റു ചില തന്ത്രങ്ങൾ. അവിടെയാണ് കോഴിക്കോട് സദാചാര പോലീസ് ഇറങ്ങിയത്. എന്താ വല്ലേ എവിടെ ബ്ലാക്ക് മാൻ എന്തോ ഇറങ്ങുന്നുണ്ട്. അതേമാതിരി ഒരു സാധന തോന്നിപ്പോലെ നമുക്ക് സദാചാര പോലീസ്. കാരണം എന്താ? ഒരു ഹോട്ടലിന്റെ ഇരുണ്ട മുറിയിൽ പലതിനും സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ആ ഹോട്ടലിന് നേരെ പ്രതികരിച്ചു. അരണ്ട വെളിച്ചത്തിൽ ഇരുണ്ട മൂലയിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കണ്ടപ്പോ മടുത്ത ചിലര് പ്രതികരിച്ചു. അവർക്കും അമ്മയും പെങ്ങന്മാരും ഉണ്ട്. അതുകൊണ്ട് ചിലര് പ്രതികരിച്ചു. ഇളകിയില്ലേ സദാചാര പോലീസ്. അതുകൊണ്ട് മെച്ചം ഉണ്ടായി കേട്ടോ. സദാചാര പോലീസിനെതിരെ കേരളത്തിൽ ചില സമരമുറകളൊക്കെ തുടങ്ങിയോണ്ട് ഇപ്പൊ മെച്ചമുണ്ട്. മെച്ചം ആർക്കാന്നറിയാമോ? ഇതുവരെ വീട് വെക്കാത്തവർക്ക്. നമ്മൾ വീട് വെച്ചവരൊക്കെ കുടുങ്ങിപ്പോയി. ഇതുവരെ വീട് വെക്കാത്തവർ ഏതായാലും ഈ സമരക്കാരോട് വളരെ നന്ദിയുള്ളവരായിരിക്കും. എന്തുകൊണ്ട്? നമ്മളൊക്കെ ഇപ്പൊ വീട് വെക്കുമ്പോ ആദ്യം ചിന്തിക്കുക എന്താ, നമുക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ടെങ്കിൽ മിനിമം 3 ബെഡ്റൂം, 2 മക്കൾക്ക് ഒന്ന് അച്ഛനും അമ്മയ്ക്കും അല്ലെ, ചിലർ അതിഥികൾക്ക് ഒന്ന്, അങ്ങനെ ഒരു 4 ബെഡ്റൂം എന്നൊക്കെ കരുതി. ഏതായാലും ഈ ബെഡ്റൂമുമായി ചുറ്റിയിട്ടാണ് വീടിന്റെ വലിപ്പം. എത്ര എണ്ണം വേണം? ഇതാണ് ഇപ്പൊ അത്. മാസ്റ്റർ ബെഡ്റൂം വേണോ, മറ്റത് വേണോ, മറച്ചത് വേണോ? ഇതാണ് ചോദ്യം. അതിനാണുള്ള കാശൊക്കെ കളയണത്. പക്ഷെ വീട് കെട്ടാത്തവർ രക്ഷപ്പെട്ടു. കാരണം ഇനി കെട്ടുന്ന വീടുകളിൽ ബെഡ്റൂം ഒന്നും വേണ്ട. ഇനി കെട്ടുന്ന നമ്മുടെ മക്കൾക്ക് ബെഡ്റൂം ആവശ്യവും ആകില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് ഉമ്മ വെക്കാൻ മറൈൻ ഡ്രൈവ് മതി, അവർക്ക് കെട്ടിപ്പിടിക്കാൻ മുതലക്കുളം മതി, അവർക്ക് ഫസ്റ്റ് നൈറ്റ് ചിലപ്പോ പുത്തരിക്കണ്ട മൈതാനം വാടകയ്ക്ക് എടുത്തിട്ടാവും ഫസ്റ്റ് നൈറ്റ്. എന്തിനാ വീട്? എന്തിനാ 4 ചുമർ? എന്തിനാ ബെഡ്റൂം? അപ്പൊ അതുകൊണ്ട് ഇതുവരെ വീട് വെക്കാത്തവർ രക്ഷപ്പെട്ടു. അവിടെയും കൊണ്ടുപോയി കുത്തി ആ ചെങ്കുടി. SFIയും DYFIയും ഒക്കെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും പരസ്യമായി വ്യഭിചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടി കുത്തുമ്പോൾ ഗതികേട്. നിന്റെ പേരോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നറിയാതെ ചോദിച്ചു പോയി. കാരണം എന്തൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉയർന്നിരുന്ന കൊടി, ഏതൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉയർന്നിരുന്ന കൊടി ഇന്ന് പരസ്യമായി വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി യുവജന സംഘടനകൾ അതുകൊണ്ടുപോയി കുത്തുന്നത് കണ്ടപ്പോൾ എല്ലാം ഒറ്റ ലക്ഷ്യം, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറഞ്ഞ ആധ്യാത്മികതയിലേക്ക് വരുന്ന ഒരു തലമുറയെ തിരിച്ചു പറഞ്ഞയക്കുക. ആവേശത്തോടെ ഈശ്വര ഭക്തിയിലേക്ക് വരുന്ന, സനാതന മൂല്യങ്ങളിലേക്ക് വരുന്ന ഒരു തലമുറയെ ആട്ടി അകറ്റാൻ, കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും വ്യഭിചരിക്കാനും ഞങ്ങളുണ്ട് കൂടെ. യുവാക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ആവേശം കണ്ടപ്പോ പാവം പിണറായിക്ക് പോലും പറയേണ്ടി വന്നു, ജനലടച്ചും വാതിൽ കുറ്റിയിട്ടും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങാടി ചെയ്യാനെ ഏതായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇത് ചെയ്തു പറയാനുമില്ല, സ്വന്തം സഖാക്കൾ തന്നെയാ ചെയ്ത്. SFIയും DYFIയും ഒക്കെ ഇത്തരം പേക്കൂത്ത് കാട്ടിയപ്പോ അവസാനം പിണറായിക്ക് തന്നെ പറയേണ്ടി വന്നു. ചിലതിനൊക്കെ ഒരു ഒളിവും മറവും ഒക്കെ. അങ്ങനെ അങ്ങോട്ടൊരു അച്ഛനാണ്, കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല അങ്ങോട്ടൊരു അച്ഛനാണ്. അപ്പോഴാണ് അത് ബോധ്യമായത്. അതുകൊണ്ട് വാതിൽ കുറ്റിയിട്ടും ജനലടച്ചൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നതിനോട് ഏതായാലും ഞങ്ങൾക്ക് ആനുകൂല്യമില്ല എന്ന് SFIക്കാരെയും DYFIക്കാരെയും ബോധവൽക്കരിക്കേണ്ട ഗതികേട് അച്ഛന്റെയും മുത്തച്ഛന്റെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് വേണ്ടി വന്നു. SFIക്കാരനെയും DYFIക്കാരനെയും ഗതികേട് മനസ്സിലാക്കാം, സമരം ജയിപ്പിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഇത്തരം ചില സമരങ്ങൾ, കാരണം ഏതായാലും 4 ആള് കൂടുമല്ലോ. ഒരാൾ ഉടുത്തഴിച്ചിട്ട് ഓടിയാൽ പിന്നാലെ ആള് കൂടാണ്ടിരിക്കും, ഒരാൾ വെറുതെ നിന്ന് കൂക്കിയാൽ ആള് കൂടാണ്ടിരിക്കും. അപ്പോ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളിൽ ആള് കൂടുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ചില പേക്കൂത്തുകൾക്കിടയിൽ ചിലപ്പോൾ ആള് കൂടും. എന്താണെന്ന് കണ്ടളയാം, മൊബൈലിലൊന്ന് എടുത്തളയാം എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോ 100 കണക്കിന് ആള് കൂടിയാൽ രക്ഷപ്പെട്ടു. ഇതൊക്കെ ഞങ്ങളുടെ ആളാന്ന് മറ്റുള്ളവരങ്ങോട്ട് ചിന്തിച്ചോളും. ആ ഗതികേടിൽ എത്തി നിൽക്കുമ്പോൾ ലക്ഷ്യമൊന്ന്, ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞൊരു സമാജം മുന്നോട്ട് വരുമ്പോൾ അവരെ ആട്ടിയകറ്റുക, അവർക്ക് അടിസ്ഥാനമില്ലാതാക്കുക. അവിടെ ഹൈന്ദവ ആചാരങ്ങൾ മാത്രം, മറ്റൊന്നിനെയും ആരും എടുക്കുന്നില്ല. ഇതേ കോഴിക്കോട് ജില്ലയില് അവിടെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണല്ലോ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്.
അതേ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു കൊലപാതകം നടന്നു സദാചാരത്തിന്റെ പേരില്. ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പുരുഷൻ ആവശ്യമില്ലാതെ ചെല്ലുന്നു എന്നതിന്റെ പേരിൽ അയാളെ അടിച്ചു കൊന്നു. കൊടിയത്തൂർ കൊലപാതകം എന്ന് പറഞ്ഞ പത്രത്തിലൊക്കെ വന്നു. ഒരു സ്ത്രീയുടെ വീട്ടിൽ പോകുന്ന ഒരു പുരുഷനെ അടിച്ചു കൊന്നു. എങ്ങനെയായിരുന്നു പ്രതിഷേധം വേണ്ടിയിരുന്നത്? ചിന്തിക്കുക. പരസ്യമായി അത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു, നടത്തിയില്ല. നമ്മുടെ നല്ല കാലം മുജ്ജന്മങ്ങൾ മുമ്പ് കടന്നുപോയ ആളുകളുടെ പുണ്യം എന്ന് വിചാരിക്കുക. ഏതായാലും അത് ചെയ്തത് ഇസ്ലാമിക സംഘടനകളായതുകൊണ്ട് ഇവിടെയുള്ളവർ അറിഞ്ഞില്ല, പ്രതികരിച്ചില്ല, പ്രതിഷേധിച്ചില്ല. ഹിന്ദു തൊട്ടോ നായ തൊട്ട കലം മാതിരി അതിനെ മാറ്റി നിർത്തുക. വെള്ളാപ്പള്ളി സാർ പറഞ്ഞതാണ് ശരി. ഇവരാരിൽ നിന്നാണ് ആചാരം വാങ്ങിയിരിക്കുന്നത്? ആചാരവും അനുഷ്ഠാനവും ഇല്ലാതെ ഒരു തലമുറയെ ശരിക്കും പറഞ്ഞാൽ ശൂന്യതയിൽ നിർത്തുക. ഭൂമിയിലും അല്ല, ആകാശത്തും അല്ല. ആദ്യത്തെ പണി അതാണ്. ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാതാക്കുക. ആചാരവും വിശ്വാസവും മൂല്യങ്ങളും തുടച്ചു നീക്കി അവരെ ശൂന്യതയിൽ നിർത്തുക. അതിനുശേഷം അവരെ മതം മാറാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആത്മവിശ്വാസം വീണ്ടെടുക്കാതിരിക്കാൻ സംഘടിക്കുന്ന ഹിന്ദുവിനെ കൊന്നൊടുക്കുക. ഹൈന്ദവ സംഘടനാ പ്രവർത്തനത്തിന് എങ്ങനെയാണോ ആ കൂമ്പടച്ചു കളയാൻ അതിന് പ്രവർത്തകരെ കൊല്ലാൻ വരെ മടിയില്ലാതെ ആ പ്രവർത്തകരെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത് എന്തിനായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നു. ഹിന്ദുക്കൾക്ക് ആരും ഉണ്ടാകരുത്, ഹിന്ദു സംഘടനകൾ സംഘടിക്കരുത്, അതിന് സംഘടനകളെ വെട്ടിമാറ്റാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുക പ്രചരണത്തിലൂടെയും കൊലപാതകത്തിലൂടെയും. മറുഭാഗത്തെ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടുന്ന എല്ലാ ആനുകൂല്യ സൗകര്യവും ചെയ്തു കൊടുക്കുക. ഉള്ള ഹിന്ദുവിനെ ആചാരവും അനുഷ്ഠാനവും ഇല്ലാതാക്കുക. നമ്മെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഇനി ആർക്കെങ്കിലും നമ്മൾ തേടിപ്പോണോ? ഇന്ന് പലരും തിരിച്ചറിവിന്റെ പാതയിലാണ്. എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നേരത്തെ ഹരിയേട്ടൻ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഘർവാപ്പസി ഒരു അവസരമായി എന്ന് എനിക്ക് തോന്നുന്നു. കായംകുളത്ത് 8 കുടുംബങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. 8 കുടുംബങ്ങൾ 10-35 കൊല്ലം മുമ്പേ ഹിന്ദുക്കളായിരുന്നവർ ചില ഗതികേട് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മറ്റു പലരുടെയും കൂടെ പോകേണ്ടി വന്നവർ 35 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ അവസ്ഥ തിരിച്ചറിയുകയും തങ്ങൾ ആരാണ് എന്ന് അറിയുകയും ചെയ്തപ്പോൾ അവർ തിരിച്ചു വന്നു സ്വധർമ്മത്തിലേക്ക്. 8 കുടുംബങ്ങൾ സ്വധർമ്മം സ്വീകരിച്ചു. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരാള് പോലും പരാതി പറഞ്ഞിട്ടില്ല. ഞങ്ങളെ വഞ്ചിച്ചാണ് കൊണ്ടുപോയതല്ല. ഇനി ആരെങ്കിലും അതിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ, കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരാൾക്കും ആക്ഷേപമില്ല. 8 കുടുംബങ്ങൾ സ്വമനസാലെ സ്വധർമ്മം സ്വീകരിച്ചു. പാർലമെന്റ് സ്തംഭിപ്പിച്ചു. എന്തിന്? കേരളത്തിൽ ഘർവാപ്പസി നടക്കുന്നു, കേരളത്തിൽ പരാവർത്തനം നടക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് കുടുങ്ങി. ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. 8 കുടുംബങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ 80,000, 8,000, 80,000 പോയപ്പോ ആർക്കും ചുട്ടില്ല. ഇന്ത്യൻ പാർലമെന്റ് അറിഞ്ഞില്ല. മീനാക്ഷിപുരത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് 800 ഹിന്ദു കുടുംബങ്ങളെ മുസ്ലിമാക്കി മീനാക്ഷിപുരത്തെ റഹ്മത്ത് നഗറാക്കിയപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് കുലുങ്ങിയില്ല, ബഹളം ഉണ്ടായില്ല, തമിഴ്നാട് നിയമസഭ കത്തിയില്ല. പക്ഷെ 8 കുടുംബങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കോലാഹലമായി, ബഹളമായി. ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ചിന്തിക്കണം. ഇത് ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം എത്തിച്ചതാര്? 8 കുടുംബങ്ങൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിനെ അറിയിച്ചത് ബഹുമാനപ്പെട്ട ആലപ്പുഴ MP KC വേണുഗോപാൽ. ആലപ്പുഴ MP KC വേണുഗോപാലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സത്യം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചത്. എന്തേ ഞെട്ടിച്ചത്? 8 കുടുംബങ്ങൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. ഇത് അറിയിച്ചപ്പോൾ ഇവിടെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് കിളുങ്ങിയതിനെയല്ല, ഇത് അറിയിപ്പിച്ചത് KC വേണുഗോപാലാണ് എന്നുള്ളത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അല്ല, ഒരുപാട് തിരിച്ചറിവുകൾക്ക് നമുക്ക് വേദിയാകുന്നു. കാരണം 8 കുടുംബങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നത് ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുന്ന ഈ KC വേണുഗോപാലിനെയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള താക്കോല് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തത്? ഇദ്ദേഹം നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്നു. ഗതികേട് ചിന്തിക്കൂ. നമ്മള് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശം നമ്മൾ ചാർത്തിക്കൊടുത്തിരുന്ന അതേ KC വേണുഗോപാലിന് 8 പേർ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നൊന്തു. അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴും MP ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പോലും ആയിരങ്ങൾ മറുകണ്ഠം ചാടിയപ്പോൾ അദ്ദേഹത്തിന് നൊന്തില്ല. അപ്പൊ നമ്മൾ കുറുക്കന്റെ കയ്യിലായിരുന്നു കോഴിക്കോടിന്റെ താക്കോല് കൊടുത്തിരുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരുന്നത് ഹിന്ദുക്കളെ ഇല്ലാതാക്കാം എന്ന് ശപഥം ചെയ്ത
കുറുക്കന്റെ കയ്യിലായിരുന്നോ കോഴിക്കോടിന്റെ താക്കോല് കൊടുത്തിരുന്നത്? നമുക്ക് അന്നേ സംശയം തോന്നിയിട്ടുണ്ട്. കുറുക്കനാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കെയാണ് ഗുരുവായൂരപ്പന്റെ 23 കോടി രൂപ എടുത്തിട്ട് ഗുരുവായൂർ പരിസര പ്രദേശത്തുള്ള 10ഓളം പഞ്ചായത്തുകളിലും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടത്താൻ തീരുമാനിച്ചത്. ഗുരുവായൂരപ്പന്റെ കാശ് എടുത്തിട്ട് 23 കോടി. ഇവർക്ക് ശ്രീധനം കിട്ടിയതല്ല, ഗുരുവായൂരപ്പന്റെ പൈസ എടുത്തിട്ട് തീരുമാനിച്ചു. എവിടെ? ചാവക്കാട് ആകാശം മുട്ടുന്ന മുസ്ലിം പള്ളികളാ. മിനി ഗൾഫാണ് ചാവക്കാട്. 10-35 പള്ളികൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ട്. അവിടെയൊക്കെ ആളധികം വന്നാൽ, ആ പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ ആളധികം വന്നാൽ അവരുടെ മലവും മൂത്രം ഗുരുവായൂരപ്പൻ കോരിക്കോട്ടേന്ന് KC വേണുഗോപാൽ തീരുമാനിച്ചു. അതാണല്ലോ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ. അവരുടെയൊക്കെ മലവും മൂത്രം കോരേണ്ട ചുമതല ഗുരുവായൂരപ്പന് ചാർത്തി കൊടുത്തു KC വേണുഗോപാൽ. ചാവക്കാട് മറ്റേ ഗുരുവായൂർ തൊട്ട് പാവർട്ടി പള്ളിയുണ്ട്, വളരെ വലിയ പള്ളിയാ. 5-8 വർഷം മുമ്പത്തെ ഒരു കഥ എനിക്കറിയാം, അവിടുത്തെ അമ്മമാര് പറഞ്ഞ അനുഭവം. അന്നേ അവിടെ ഞായറാഴ്ച ദിവസം കുർബാന കൂടാൻ പോയാൽ, 8 വർഷങ്ങൾക്ക് മുമ്പ് കുർബാന കൂടാൻ പോയാൽ, ഒരു ഹിന്ദു കുർബാന കൂടാൻ പോയാൽ 5 കിലോ അരിയും 35 രൂപയും കൊടുക്കും. 8 വർഷങ്ങൾക്ക് മുമ്പ് 5 കിലോ അരിയും 35 രൂപയും കൊടുത്ത് ഹിന്ദുവിനെ കുർബാന കൂട്ടിക്കുന്ന പാവർട്ടി പള്ളിയിൽ ഭക്തരധികം വന്നാൽ അവരുടെ മലവും മൂത്രം കോരേണ്ടത് ഗുരുവായൂരപ്പനാണെന്ന് KC വേണുഗോപാൽ വിധിച്ചു. തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, പാലയൂർ പള്ളി. അതിന് 92 ഡിസംബർ വരെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇതൊരു ശിവക്ഷേത്രമായിരുന്നു. ബോർഡ് മാത്രമല്ല, കുറെ ചിത്രങ്ങളും. കാരണം വരാത്ത സെന്റ് തോമസ് കുന്നംകുളത്ത് വന്ന് നേരെ പാലയൂര് പള്ളി അമ്പലത്തിൽ ചെന്നിട്ട് ശിവക്ഷേത്രത്തില് അവിടെ കുളത്തിലിറങ്ങി വെള്ളം എടുത്ത് മേപ്പെട്ടിട്ടപ്പോ വെള്ളം മുകളിലാ നിന്നു എന്നാണ്. ഇന്നത്തെ ഏത് മജീഷ്യനും കാണിക്കുക പരിപാടി. വെള്ളം എടുത്ത് മേലെ അങ്ങോട്ട് നിന്നപ്പോ വെള്ളം മേലെ നിന്നു. അതിലങ്ങോട്ട് അമ്പരന്ന തിരുമേനിമാര് പൂണൂലൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മാമോദീസ മുങ്ങി അങ്ങോട്ട് ക്രിസ്ത്യാനിയായത്രേ. മാണിച്ചായം വരെ അതിന്റെ അവകാശം പറയാം, ഞങ്ങൾ അന്ന് മാറിയ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ അങ്ങോട്ട് മാറി. ആ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി വെച്ചത്, എഴുതി വെച്ചിരുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ഇന്ന് പരാവർത്തനം തീവ്രവാദമാണെന്ന് പറയുന്ന മാർപ്പവത്തിന് അറിയാമോ? ഒരു ശിവക്ഷേത്രത്തെ വരെ മതം മാറ്റിയതിൽ അഭിമാനിച്ചിരുന്നവരാണ് നിങ്ങള്. ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്നൊരു ബോർഡ് വെച്ചിരുന്നു. 92 ഡിസംബറിൽ ബോർഡ് പോയി, വേറെ ഒന്നുമല്ല. അത് ശിവക്ഷേത്രമായിരുന്നെങ്കിൽ ആണത്തമുള്ള ഹിന്ദു അതിനെ വീണ്ടും ശിവക്ഷേത്രമാക്കുമോ എന്ന് ഭയന്ന് ബോർഡ് എടുത്ത് മുങ്ങി. ബോർഡ് അവിടുന്ന് പോയി അതോട് കൂടിയിട്ട്. അപ്പൊ ആ പാലയൂർ പള്ളിയിലും ഒരു കാലത്ത് ശിവക്ഷേത്രമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്ന പാലയൂർ പള്ളിയിലും ഭക്തരധികം വന്നാൽ അവരുടെ മലവും മൂത്രവും കോരേണ്ടത് ഗുരുവായൂരപ്പൻ. ഇത് പറഞ്ഞത് KC വേണുഗോപാൽ. വേദനിക്കേണ്ട നമ്മള്. അപ്പൊ അന്നും എന്തായിരുന്നു ലക്ഷ്യം? ക്ഷേത്രം ഭരിക്കുമ്പോ ഇവർക്കൊക്കെ വേണ്ടി ഒത്താശ ചെയ്യണം എന്നുള്ളത് അതായിരുന്നു ലക്ഷ്യം. ഈ ഗതികേട് മാറ്റേണ്ട നമുക്ക്. ധർമ്മത്തോട് വിശ്വാസമില്ലാത്ത, ധർമ്മത്തിൽ അഭിമാനമില്ലാത്ത, സ്നേഹമില്ലാത്തവർ നമ്മുടെ ക്ഷേത്രം ഭരിക്കാമോ? ജീവിച്ചിരിക്കുന്ന എത്ര ദേവസ്വം ബോർഡ്, എത്ര ദേവസ്വം മന്ത്രിമാർ ഇവിടെ ഉണ്ട്? ഈ കേരളത്തിലെ നമ്മുടെ ഭക്തരുടെ കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന എത്ര ദേവസ്വം മന്ത്രിമാർ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്? അവരാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ പരാവർത്തനം തെറ്റല്ല എന്നുള്ളത്? മതപരിവർത്തനം തെറ്റാണ്. അവർ നോക്കിയിരുന്നത് അമ്പലങ്ങളെയല്ലേ? അതിന്റെ താക്കോലല്ലേ ഹൈന്ദവ സമാജം ഏൽപ്പിച്ചു കൊടുത്തത്? ഇടത്തും വലത്തുമുള്ള എത്ര ദേവസ്വം മന്ത്രിമാർ ജീവിച്ചിരിപ്പുണ്ട്? ഒരു വാക്ക് പറയാമായിരുന്നു, ഇത് തെറ്റാണ്, പരിവർത്തനം തെറ്റാണ്. വരുന്നതിലൊരു അപകടവുമില്ല. എന്തേ പറയാഞ്ഞത്? എത്ര ദേവസ്വം ബോർഡ് മറ്റേ ദേവസ്വം ചെയർമാൻമാര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്? ഹിന്ദുവിന്റെ പണം കൊണ്ട് കാറിൽ കയറി നിരങ്ങിയവര്, ഹിന്ദുവിന്റെ പണം കൊണ്ട് ബത്തയും അലവൻസും മേടിച്ചവര്, ദേവസ്വം ചെയർമാൻ എന്ന പേരില്, ദേവസ്വം പ്രസിഡന്റ് എന്ന പേരില് ബത്തയും അലവൻസും വാങ്ങി കസേരകളിൽ ഇരുന്ന് തഴമ്പുണ്ടാക്കിയവര് പ്രതികരിച്ചു ഈ വിഷയത്തിന്. നിലവിലെ ദേവസ്വം മെമ്പർ അടക്കമുള്ളവർ, ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ചിന്തിക്കുക. അവര് നോക്കുന്നത് പാർട്ടി ഓഫീസുകളല്ല, അവര് നോക്കുന്നത് വായനശാലകളല്ല, അവര് നോക്കുന്നത് മതേതര സ്ഥാപനങ്ങളല്ല, ഒരു മതത്തിന്റെ സ്ഥാപനങ്ങളെയാണ് അവർ ഭരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നാളെ ഇതൊക്കെ ഭരിക്കാനുമെങ്കിലും ഈ അമ്പലങ്ങൾ വേണ്ടേ? അമ്പലം തന്നെ നിൽക്കുവോ ഹിന്ദു ഇല്ലാതെ? നാളെയും നിങ്ങൾക്കൊക്കെ ദേവസ്വം ബോർഡ് മെമ്പറാകാൻ, നാളെയും നിങ്ങൾക്കൊക്കെ ദേവസ്വം മന്ത്രിയാകാൻ, നാളെയും ചെയർമാനായി വിലസാൻ ഈ പാവപ്പെട്ട ഹിന്ദു ഇവിടെ വേണ്ടേ? അമ്പലങ്ങൾ നിലനിർത്തണ്ടേ അവൻ? ആ ഒരു നന്ദി കൊണ്ടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. പറഞ്ഞില്ല എന്ന് മാത്രമല്ല,
പരാവർത്തന വിഷയം കൊടുമ്പിരി കൊള്ളുമ്പോൾ നമുക്കറിയാവുന്ന ഒരു സത്യമുണ്ട്, ഈ പരാവർത്തന ഒരു അപകടമൊന്നുമല്ല. ഇതിനിവിടെ നിയമപരമായ സാധുതയുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവരുടെ വഴിപാട് പട്ടിക നോക്കുക. ഗണപതി ഹോമം പോലെ, മൃത്യുഞ്ജയ ഹോമം പോലെ, കർഗഹോമം പോലെ, മറ്റേ രക്തപുഷ്പാഞ്ജലി പോലെ, പൂമൂടൽ പോലെ, പുഷ്പാഭിഷേകം പോലെ, അതിനകത്തൊരു വഴിപാടുണ്ട്, പരാവർത്തനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വഴിപാട് പട്ടികയിൽ പരാവർത്തനം എന്നൊരു വഴിപാടുണ്ട്, 150 രൂപ. എന്താ പരാവർത്തനം? സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ശുദ്ധീകരണങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് പരാവർത്തനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങൾക്കും അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ ബന്ധപ്പെട്ട് നോക്കൂ. ഒരാൾക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരണം, ഇവരെ ഒന്ന് ശുദ്ധീകരണം നടത്തി പരാവർത്തനം ചെയ്യുമോ എന്ന് ചോദിച്ച് നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ചെല്ലൂ. നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താവുന്നറിയാമോ? അത് വഴിപാടൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വാക്കാൽ ഒരു നിർദ്ദേശമുണ്ട്, അത് ചെയ്തു കൊടുക്കണ്ട. വാക്കാൽ ഒരു നിർദ്ദേശമുണ്ട്, അത് ചെയ്തു കൊടുക്കണ്ട. ഈ സ്ഥിതി ഭയാനകമാണ്. നാളെ വാക്കാൽ ഒരു നിർദ്ദേശം കിട്ടിയാൽ ഗണപതി ഹോമം വേണ്ടാന്ന് വെക്കുവോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് പ്ലീനത്തിൽ തീരുമാനിച്ചതാ ഗണപതി ഹോമം വേണ്ടാന്ന്. നാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ദേവസ്വം മന്ത്രിയായാൽ, മാർക്സിസ്റ്റുകാരൻ ദേവസ്വം മന്ത്രിയായാൽ വാക്കാൽ നിർദ്ദേശം കൊടുക്കുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഗണപതി ഹോമം വേണ്ടാന്ന്? വാക്കാൽ നിർദ്ദേശം കൊടുക്കുമോ നാളെ മറ്റേ ചോറൂട് വേണ്ടാന്ന്? ഇതിൽ ഏത് വഴിപാടുകളും വാക്കാൽ നിർദ്ദേശം കൊടുത്താൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലേ? ഒരു ക്ഷേത്രത്തിലെ വഴിപാട് എന്തായിരിക്കണം തീരുമാനിക്കേണ്ടത് തന്ത്രിമാരല്ലേ? അവസാനത്തെ വാക്ക് അവരല്ലേ? ഇവിടുത്തെ തന്ത്രി സമാജം, തിരുവിതാംകൂറിലെ തന്ത്രിമാർ ഏത് ക്ഷേത്രത്തിലും ആയിക്കൊള്ളട്ടെ, അവർ തീരുമാനിച്ചിട്ടുണ്ടോ പരാവർത്തനം നടത്തണ്ട എന്നുള്ളത്? പിന്നെ എങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്ക് വാക്കാൽ നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞു പരാവർത്തനം നടത്തണ്ട എന്ന്? ഇതാരാണ് തീരുമാനിക്കേണ്ടത്? എന്ത് വഴിപാട് നടത്തണമെന്ന് ആര് തീരുമാനിക്കണം? നാളെ ഗായത്രി മന്ത്രാലാപത്തിന് പകരം, ലക്ഷാർച്ചനയ്ക്ക് പകരോ ഇൻകുലാബിന്റെ അർച്ചന തുടങ്ങുമോ ക്ഷേത്രങ്ങളില്? സഹസ്രനാമം വേണ്ട, പകരം ഇൻകുലാബ് ജിന്ദാബാദ് 1000 വട്ടം. അത് വഴിപാട് തിരക്കിടുവോ? തോന്നുന്ന എന്ത് തെമ്മാടിത്തരം കാണിക്കാനുള്ള പാർട്ടി ഓഫീസാണോ ക്ഷേത്രങ്ങള്? ഇന്നത്തെ ഈ സങ്കീർണമായ അവസ്ഥയിൽ ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായ ഓരോ ഹിന്ദുവിന്റെയും മനസ്സിലുയരേണ്ട ചോദ്യമാണിത്. നമുക്ക് ആദ്യം പോലെ പലരും തിരിച്ചറിയാൻ പറ്റും. CPM-ന്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു, പരിവർത്തനം തെറ്റല്ല, പരാവർത്തനം അപകടകരമാണ്. KPCC പ്രസിഡന്റ് സുധീരമായി പറഞ്ഞു, പരാവർത്തനം അപകടമാണ്. അതെങ്കിലും പറയാനുള്ള തന്റെ ഇടം ഉണ്ടായല്ലോ. മദ്യക്കുപ്പട ഉള്ളിലാണ് ഇപ്പൊ ആള്. ആളെ ധൈര്യം കൊണ്ട് കുപ്പട ഉള്ളിലിട്ട് പുറത്തേക്ക് അടച്ചു വെച്ചിരിക്കുക. പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലിട്ട് അടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് ഞെളിയണ്ടേ? നഷ്ടപ്പെട്ട മാനം എവിടെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കണ്ടേ? അതുകൊണ്ട് അവിടെ ആൺകുട്ടിയെ പോലെ പറഞ്ഞു, പരിവർത്തനം അപകടകരമാണ്. ഇനി ഹിന്ദുക്കൾ ചിന്തിക്കുക, പരിവർത്തനം നല്ലതാണെന്നും ഹിന്ദുക്കളെ മതം മാറ്റുന്നതിൽ കുഴപ്പമില്ല എന്നും ഹിന്ദുവായി തിരിച്ചു വരുന്നത് അപകടകരമാണ് എന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിൽ ഇനി ഹിന്ദുക്കൾക്ക് ആ പാർട്ടിയിൽ എന്താ സ്ഥാനം? ഇനി എന്തിന് ഹിന്ദു അവിടെ നിൽക്കുന്നു? മക്കളെ നഷ്ടപ്പെടുത്താനോ? കുടുംബങ്ങൾ നഷ്ടപ്പെടാനോ? അതോ നാളെ പാകിസ്ഥാനിലെ പോലെ നിരത്തി നിർത്തി വെടിയേറ്റ് നമ്മുടെ മക്കളെ പെടഞ്ഞു ചാകാനോ? പെഷവാറിന്റെ മണ്ണിൽ 141 കുട്ടികളുടെ തലച്ചോറ് പൊട്ടിച്ചെതറി. ഉത്തരവാദികൾ നമ്മളാ, വേറെ ആരുമല്ല. തീവ്രവാദിയല്ല, നമ്മളാണ് ഉത്തരവാദി. എന്തുകൊണ്ട്? ആ പാകിസ്ഥാന്റെ മണ്ണ് വേദങ്ങൾ പിറന്ന മണ്ണാ, പാണിന് ജനിച്ച മണ്ണാ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചിന്തിച്ച മണ്ണ്. ഓം ശാന്തി ശാന്തി ശാന്തി, അതിനപ്പുറം ഒന്നുമില്ല എന്ന് കണ്ടെത്തിയ ആ മണ്ണിലാണ് പിഞ്ചു കുട്ടികളുടെ തലച്ചോറിലേക്ക് വെടിയുണ്ടകൾ പായിച്ചത്. എങ്ങനെ നമ്മൾ ഉത്തരവാദിയായത്? വേദങ്ങൾ പിറന്ന മണ്ണിന്റെ ഘടന മാറരുതായിരുന്നു. ആ വേദത്തിൽ അഭിമാനിക്കുന്നവരെ അവിടെ മതം മാറ്റാൻ അനുവദിക്കരുതായിരുന്നു. മതം മാറിയവരെ, പടയോട്ടങ്ങളിൽ മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണമായിരുന്നു. ആ
ആ മണ്ണ് ഹിന്ദുത്വത്തിൻ്റെതായി നിലനിൽക്കണമായിരുന്നു. എങ്കിൽ ഇന്ന് അവിടെ 141 തലച്ചോറുകൾ പൊട്ടിച്ചെതറുമായിരുന്നില്ല. ക്രിസ്ത്യൻ പള്ളിയിൽ കയറി നിരത്തി നിർത്തി വെടിവെക്കുമായിരുന്നില്ല. ഇവിടെ മാർപ്പവ്വത്തിൽ അടക്കമുള്ളവർക്ക് വല്യക്ഷരം പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ 4 പുറവും ഹിന്ദുത്വം ഉള്ളത് കൊണ്ടാണ്, ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പൊടി പോലും കണ്ടുപിടിക്കാൻ കാണുമായിരുന്നില്ല. സൗദി അറേബ്യയില് ബൈബിള് കണ്ടാൽ തൂക്കിക്കൊല്ലുന്ന പറഞ്ഞത്. ബൈബിള് കണ്ടാൽ വധശിക്ഷ. സൗദി അറേബ്യയിലെ മാർപ്പവൽ ചിന്തിക്കുക, വിട്ടുകൊടുക്കണോ ഈ നാടിനെ അങ്ങോട്ട്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ നടത്തുന്ന അതേ കളി ഇസ്ലാമിക സംഘടനകൾ നടത്തുന്നു ഇവിടെ. അവരുടെ കൈകളിലേക്ക് ഇനിയും ഭൂമി പോയാൽ മാർപ്പവലത്തിന്റെ അനുയായികളുടെ പൊടി പോലും ഉണ്ടാവില്ല. കാരണം സൗദി അറേബ്യയിലെ ബൈബിള് കണ്ടാൽ വധശിക്ഷയാണെങ്കിൽ ഒരു വിലയില്ലാത്ത മാതിരി കോടിക്കണക്കിന് ബൈബിള് വാരി വെതറി നടക്കണ കേരളത്തിന്റെ അവസ്ഥ എന്താവും? മലപ്പുറം ജില്ലയിൽ കുരിശ് കാണുമോ? പിന്നെ മലപ്പുറം ജില്ലയിൽ ഒരു നസ്രാണി കാണുമോ? പിന്നെ അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ഇരുന്ന് നല്ല പോലെ ചിന്തിക്കുക. ഇതിനെ അംഗീകരിച്ചവർ CPM-ന്റെ ആയിക്കോട്ടെ, മറ്റേ KPC, അതേപോലെ തന്നെ ഈ പറഞ്ഞത് KPCC-യുടെ സമാരാധ്യനായ പ്രസിഡന്റ് സുധീരന്റെ അഭിപ്രായം വ്യക്തിപരമാണെങ്കിൽ നമുക്ക് വിടാം. അത് KPCC-യുടെ അഭിപ്രായമാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ചിന്തിക്കാൻ സമയമായി. ഇനി നമുക്ക് ആ പാർട്ടിയിൽ എന്താ സ്ഥാനം? നമ്മളെ മതം മാറ്റാൻ കരാറെടുത്ത ആ പാർട്ടിയിൽ ഒരു ഹിന്ദു തിരിച്ചു വരുമ്പോൾ നോവുന്ന ആ പാർട്ടിയിൽ ഇനി ഹിന്ദുവിന് എന്താ സ്ഥാനം? ഇത് ചിന്തിക്കാൻ മാത്രമല്ല, ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നമുക്ക് സമയമായിരിക്കണമെന്നാണ്. കാരണം ഇവരൊക്കെ ഒരുമിച്ച് കളിക്കുന്നു ഈ വിഷയങ്ങളിൽ. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, മറ്റേ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന CPM നിങ്ങൾ ചെന്ന് ചാടുന്ന കെണിയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വല്യക്ഷരം പറയാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് ഹിന്ദുവിന്റെ നെഞ്ചാണ്, ഹിന്ദുവിന്റെ വിശ്വാസമാണ്. ഹിന്ദു ഉള്ളിടത്തെ നിങ്ങളുടെ കൊടി കുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹിന്ദുവിന് ഭൂരിപക്ഷം ഉള്ളിടത്തെ നിങ്ങൾക്ക് വാഴാൻ പറ്റിയിട്ടുള്ളൂ. പടിയൂര് പഞ്ചായത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ അല്ലേ ഇങ്ങനെ കിടക്കണ പഞ്ചായത്താണ്. വെപ്പ എന്തുകൊണ്ട്? പടിയൂർ ഹിന്ദു ഭൂരിപക്ഷ പഞ്ചായത്താണ്. ഹിന്ദു ഭൂരിപക്ഷ പഞ്ചായത്തിൽ മാത്രമേ കൊടിതോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കാനും പാർട്ടി ഗ്രാമമാക്കാനും കഴിയുള്ളൂ. വേറെ എവിടെയും കഴിയില്ല. എന്തേ മലപ്പുറത്ത് പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാത്തത്? മലപ്പുറത്ത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയല്ലാത്തത് കൊണ്ട്. എന്റെ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ എവിടെയാ ഉള്ളത്? 96% ഹിന്ദുക്കൾ ഉള്ളിടത്ത്. പക്ഷെ നിങ്ങൾ അറിയാത്ത ചില കണികൾ, നിങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്ന ചില കണികളുണ്ട്. കണ്ണൂർ ജില്ലയില് പ്രതിപക്ഷമില്ലാത്തൊരു പഞ്ചായത്താണ് മയ്യിൽ പഞ്ചായത്ത്. മലപ്പട്ടം പോലെ തന്നെ, കുപ്രസിദ്ധമായ മലപ്പട്ടം പോലെ എതിരാളികളില്ലാത്ത CPM-ന്റെ പാർട്ടി ഗ്രാമമാണ് മയ്യിൽ പഞ്ചായത്ത്. ഞങ്ങൾ ഒരിക്കൽ അവിടെ ഒരു പൊതുയോഗം നടത്താൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇഞ്ച് ഭൂമി തരാൻ ആർക്കും ധൈര്യമില്ല സ്റ്റേജ് കെട്ടാൻ. എല്ലാവർക്കും പരിപാടി നടത്തണമെന്നുണ്ട്, പക്ഷെ സ്റ്റേജ് കെട്ടാൻ ഒരു സ്ഥലം തരാൻ എല്ലാവർക്കും മടി. അവസാനം ലോറിയിൽ നിന്ന് പ്രസംഗിച്ചു. ലോറി ഓടിച്ചങ്ങ് പോവാലോ. ആ ലോറിയിൽ നിന്ന് സംസാരിച്ചു. കാരണം 1 ഇഞ്ച് ഭൂമി സ്റ്റേജ് കെട്ടാൻ തരാൻ മടി, പേടി. അതാണ് മയ്യിൽ പഞ്ചായത്ത്. നിങ്ങളുടെ കയ്യിൽ കിടന്ന അമ്മാനമോടാണ്, സഖാക്കൾ അറിയണം. പക്ഷെ ആ മയ്യിൽ പഞ്ചായത്തില് സർക്കാരിന്റെ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഒരു ചടങ്ങ് നടന്നു. 300 പേർക്ക് 3 സെന്റ് വീതം ഭൂമി വിതരണം ചെയ്യുന്ന ചടങ്ങായിരുന്നു. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് 300 പേർക്ക് 3 സെന്റ് വീതം ഭൂമി നൽകുന്നു മയ്യിൽ പഞ്ചായത്തിൽ മാത്രം. ആ പരിപാടി കളക്ടർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒരു ഹിന്ദുവിന് ഭൂമി കൊടുത്തുകൊണ്ട്. ആര് കണ്ടാലും കണ്ടോ നമ്മുടെ ഒരു അവസ്ഥ. പക്ഷേ നിങ്ങൾ അറിയുക, ആ ഭൂമി കൈപ്പറ്റുന്ന 300 പേരിൽ അത് ആദ്യമായി ഏറ്റുവാങ്ങിയ ഒരു ഹിന്ദു മാത്രമേ ആ പട്ടികയിലുള്ളൂ. ബാക്കി ആ പട്ടികയിലുള്ള 299 പേരും മുസ്ലിങ്ങളാണ്. ആസൂത്രിതമായി മയ്യിൽ പഞ്ചായത്തിന്റെ ആ മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമം എന്നത് തകർക്കാൻ മുസ്ലിം ലീഗുകാരനും ഇന്നത്തെ ഭരണകൂടവും കണ്ടുപിടിച്ച തന്ത്രമാണ്. അവിടെ ഒരുമിച്ച് മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ പേരിലാണ് 3 സെന്റ് വീതം ഭൂമി അവിടെ വിതരണം ചെയ്തത്. കൊരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ എന്നും പറഞ്ഞ് ഇവിടുത്തെ പാവം മാർക്സിസ്റ്റുകാരന് ഹിന്ദുവിന്റെ പിന്നാലെ കൊരച്ചു നടക്കുമ്പോൾ അവനവന്റെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചോർത്തുന്നതെന്ന് മനസ്സിലാക്കുക. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് പഴനി പോയ ചരട് കണ്ടാ
പോലും അടിയാ കയ്യുമ്പല്ലേ രാഖിയാണോ എന്ന് പേടിച്ചിട്ട്. കാരണം അത് SFIയുടെ കൊട്ടാരമാണ്, ചെങ്കോട്ടയാന്നാ വെപ്പ്. അവിടെ നിന്ന് 2 ക്യാമ്പസ് ഫ്രണ്ടുകാരും ജയിച്ചു. എങ്ങനെ? അവിടേക്ക് അറബിക്കും ഇസ്ലാമിക് ഹിസ്റ്ററിയും കോഴ്സ് അനുവദിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് വെറുതെ അല്ല മുസ്ലിം ലീഗ് എടുക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അതുവരെ ഇല്ലാത്ത വിധത്തിൽ BAക്ക് അറബിക് കോഴ്സും ഇസ്ലാമിക് ഹിസ്റ്ററി കോഴ്സും അനുവദിച്ചു. അതിലാരാ ചേരുക? അതിന് ചേരുക മുസ്ലിം കുട്ടികളാ. അവർ ഒന്നിച്ചങ്ങോട്ട് ചെയ്തപ്പോ ക്യാമ്പസ് ഫ്രണ്ടുകാരൻ 2 സീറ്റിലാ ജയിച്ചു. അന്തം മുട്ട് നിന്നു. പട്ടാമ്പി കോളേജ് ദീർഘകാലമായി SFIക്കാരൻ കയ്യിൽ വെക്കണതാ. അവിടെയും ഇതേ കളി കളിച്ചു. ഇസ്ലാമിക് ഹിസ്റ്ററിയും അറബിക്കും ഡിഗ്രി, സംസ്കൃത കോളേജാന്ന് ആലോചിക്കണട്ടോ. അവിടെയാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയും അറബിക്കും കോഴ്സ് അനുവദിച്ചത്. അവിടെയും തഥൈവ. നിങ്ങൾ പാവം ഹിന്ദുവിനെ, നിങ്ങളെ വളർത്തിയ ഹിന്ദുവിന്റെ നേരെ കൊരച്ചു നടക്കുമ്പോൾ നിങ്ങളെ എങ്ങനെയൊക്കെയാണ് പൂട്ടാൻ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അപ്പോഴും നിങ്ങളെ പൂട്ടുന്നവർക്ക് വേണ്ടി വാദിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പാർട്ടി സമ്മേളനം ആകെ പ്രക്ഷുബ്ധമായിരുന്നു. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിനെതിരെ മൃദു സമീപനം സ്വീകരിക്കുന്നു. പാർട്ടി അംഗങ്ങൾക്കുള്ള ആക്ഷേപമാണ്. മലപ്പുറത്ത് ലീഗിനെതിരെ സമരം ചെയ്യാൻ സാധിക്കുന്നില്ല. ലീഗിനോട് മൃദു സമീപനം പാലിക്കുന്നു. ചോറിങ്ങും കൂറുമങ്ങുമായി കഴിയുന്ന ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ ഇനിയും നമുക്ക് ആവശ്യമുണ്ടോ? ഈ തിരിച്ചറിവിന്റെ വർഷമാകട്ടെ, നവതി ആഘോഷവും ശതാബ്ദി ആഘോഷവും ഒക്കെ. ഇതുകൊണ്ട് തന്നെ പോയവര് തിരിച്ചു വരുന്നത്. കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം. എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല. പൊളിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരൊക്കെ കെട്ടിയ സൗധങ്ങള്. 7, 70, 7000, 70,000 ഒന്നുമല്ല ഞങ്ങൾ കാണുന്നു. അല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എങ്ങനെ നടന്നിട്ടുള്ളൂ. ഇത് തുടക്കം മാത്രം. കായംകുളത്തെ 7 കുടുംബങ്ങൾ പോകുന്നത്, അത് പൊൻകുന്നത്തും കോട്ടയത്തും മറ്റു ഭാഗങ്ങളിൽ ആവർത്തിച്ചത് ഒക്കെ തുടക്കമായിട്ടുള്ളൂ. ഞങ്ങൾ കാണുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഞങ്ങൾ കാണുന്ന ഒരു ദിനമുണ്ട്. പറഞ്ഞും വഞ്ചിച്ചും നിങ്ങൾ കൊണ്ടുപോയ, നിങ്ങളിലേക്ക് വരേണ്ടി വന്ന 100% ഹിന്ദുവും സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസം, അതിന്റെ തുടക്കമാണ് അവന്റെ തുറക്കുടിച്ചത്. അതായത് 7 കുടുംബം വരുന്നതൊന്നുമല്ല. നിങ്ങളുടെ വേവലാതിയും അത് തന്നെയാണ്. അതായത് 7 കുടുംബം പോന്നാ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കറിയാം അത് തുടക്കമാണ്. കാരണം ഹിന്ദു ആവണത് സഹിക്കും, ക്ഷമിക്കും, ആവണത്. പക്ഷേ ആ സഹനവും ക്ഷമയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ, പിന്നെ മുന്നോട്ട് നീങ്ങിയാൽ വിജയം കണ്ടല്ലാതെ പിന്നോട്ട് പോരില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ 7 കുടുംബങ്ങൾ പോന്നപ്പോ നിങ്ങൾക്ക് ഇത്ര വേവലാതി. നോക്കുക, നിങ്ങള് ഒരു 50 വർഷത്തെ കണക്കെടുത്ത് 50 വർഷം കൊണ്ട് ഈ സ്വധർമ്മം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന മുഴുവൻ ആടുകളെയും നിങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ രേഖപ്പെടുത്തുന്നില്ല, നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് നാളെ കണക്ക് പറയണ്ടേ എത്ര പേര് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു പോന്നു എന്നുള്ളത്? ആ കണക്ക് പറയാൻ വേണ്ടി ഇപ്പോഴേ കണക്കെടുത്തോളൂ. ഒരു 50 വർഷം കൊണ്ട് ഹിന്ദുത്വം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർ എത്രയാണ് എന്ന് കണക്കെടുക്കുക. വരുന്ന നാടുകളിൽ നിങ്ങൾ കാണുന്നത് അവരെല്ലാം സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന് ഹിന്ദുത്വത്തിന്റെ ഭാഗമായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനിയും ആളുകളെ പറ്റിക്കാതിരിക്കാൻ ഇതൊരു സൂചനയാവുക. സുധീരൻ അറിയുമോ? പിണറായി വിജയൻ അറിയുമോ? കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന മതം മാറ്റങ്ങൾ ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പ്രവർത്തകർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ നേതാക്കൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ്, ഒന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. ഞങ്ങൾക്ക് പറ്റില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടികൾ ആണത്വം പെണ്ണത്വം ഇല്ലാണ്ട് നടക്കല്ലേ, നപുംസകങ്ങളായി നടക്കല്ലേ, അവിടെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ, നിങ്ങളൊന്ന് ഇടപെടൂ എന്ന് നിങ്ങളുടെ നേതാക്കളും അണികളും ഫോൺ ചെയ്ത് പറഞ്ഞാണ് പല വിഷയവും ഞങ്ങൾ അറിയുന്നത്. ആ മനസ്സറിയാതെ ആഗോള ക്രൈസ്തവ സംഘടനകളിൽ നിന്നും ഇസ്ലാമിക സംഘടനകളിൽ നിന്നും കിട്ടുന്ന കോടികളാണ് നിങ്ങളെ അധികാരത്തിലെത്തുന്നത് എന്ന ധാരണയിൽ ഇനിയും ഹിന്ദുവിന്റെ നേരെ കാർക്കിച്ച് തുപ്പാൻ വരുമ്പോൾ ഓർക്കുക, മലർന്നു കിടന്ന് തുപ്പുന്ന ഫലമായിരിക്കും അത് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ആ തുപ്പൽ പതിക്കുക ഹിന്ദുവിന്റെ മുഖത്തല്ല, മലർന്നു കിടന്ന് തുപ്പുന്ന ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. എല്ലാ ധർമ്മത്തെയും കൈപിടിച്ച് സ്വീകരിച്ച ഭാരതം, അതിനിങ്ങനൊരു ഗതി വരാമോ, വരുത്താമോ? അതുകൊണ്ട് തന്നെ ഇത് കാലഘട്ടം തീരുമാനിച്ചെടുത്ത നിയതിയുടെ തീരുമാനമാണിത്. ഇത് ഇങ്ങനെ സംഭവിച്ചേ മതിയാകുള്ളൂ. ഈ നൂറ്റാണ്ട്, ഈ സഹസ്രാബ്ദം ഹിന്ദുവിന്റേതാണ്. പക്ഷെ ആർക്കും മേലെ കുതിര കയറാൻ നമ്മളില്ല. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് പാലിച്ചേ മതിയാകുള്ളൂ, നമ്മുടെ അഭിമാനം നമുക്ക് കാത്തേ മതിയാകുള്ളൂ. മതം മാറിക്കളിക്കാനുള്ളതല്ല, വിൽക്കാനുള്ളതല്ല, അങ്ങാടിയിൽ വിൽക്കാനുള്ളതല്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഒന്നില് എയറോഡ്രാമില് ബോർഡ്
ബോർഡിങ്ങിന് വേണ്ടി വിമാനത്തേക്ക് ക്യൂ നിൽക്കുമ്പോൾ എന്റെ പിന്നിൽ നിന്നൊരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ഇന്ത്യ എന്നാണോ എന്ന് ചോദിച്ചു. കാരണം ആ എയറോഡ്രാമിൽ ഞാൻ മാത്രമേ സാരി ഉള്ളൂ, അപ്പൊ പിന്നെ ചോദിക്കാനൊരു പ്രസക്തി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇന്ത്യന്ന് എവിടുന്നാന്ന് ചോദിച്ചു. കേരളത്തിൽ നിന്ന്. അദ്ദേഹത്തിന് സന്തോഷമായി. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇന്ത്യക്കാരനാ, മിസോറാംകാരനാ. അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞതും ആർ യു എ ക്രിസ്ത്യൻ? വളരെ സന്തോഷത്തിലാ ചോദിക്കുന്നത്, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഹിന്ദുവാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ക്രിസ്ത്യാനി അല്ല ഹിന്ദുവാണ്. കേരളത്തിൽ ഹിന്ദുക്കളുണ്ടോ? കേരളത്തിൽ ഹിന്ദുക്കളുണ്ട്. അയാൾക്കൊരു വലിയ അത്ഭുതം. ഞാനിത് ആ രാജ്യത്ത് പലരുമായി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ ഇത് ഇവിടെ ദിവസം അനുഭവിക്കണതാ. ജോലിക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ, ഇവിടുത്തെ വിദേശികളുടെ ധാരണ, ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളവരുടെയും ധാരണ, കേരളത്തിൽ നിന്ന് വരുന്നവർ മുഴുവൻ ക്രിസ്ത്യാനികളാണെന്ന്. അങ്ങനെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇത് ദൈവരാജ്യമാണ്, കേരളം ദൈവരാജ്യമാണ്. കാരണം ആക്കുമെന്ന ഉറപ്പിലാണ്. അതിന് വിള്ളല് വീഴാൻ വരുന്നു എന്ന് പറയുമ്പോ മാർപ്പവ്വത്തിന്റെ ഒക്കെ മുട്ട് കൂട്ടി ഇടിക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ വളരെ പവറോടുകൂടി ഞങ്ങളൊക്കെ പലതും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് തീവ്രവാദം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിള്ളൽ വീഴും. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അപകടമാണ്. ഇന്ത്യയിലുള്ളവരെ ഹിന്ദുക്കളാക്കും തിരിച്ചാക്കും എന്ന് പറഞ്ഞാൽ അപകടമാണ്. ഏഷ്യയെ ക്രൈസ്തവവൽക്കരിക്കും എന്നൊരു മാർപ്പാപ്പ പറഞ്ഞാൽ അത് ദൈവവചനമാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളാക്കും നമുക്ക് പറയാൻ അവകാശമില്ല. പക്ഷേ ഏഷ്യയെ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കും. ആദ്യത്തെ സഹസ്രാബ്ദത്തിൽ ഞങ്ങൾ യൂറോപ്പിനെ, രണ്ടാമത്തെ സഹസ്രാബ്ദത്തിൽ ഞങ്ങൾ ആഫ്രിക്കയെ, ആസ്ട്രേലിയയെ, അമേരിക്കയെ, ഈ സഹസ്രാബ്ദത്തിൽ ഞങ്ങൾ ഏഷ്യയെ ക്രൈസ്തവവൽക്കരിക്കും എന്നൊരു മാർപ്പാപ്പയും ക്രൈസ്തവ സഭകളും പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ, ആ ശരിയെ നിങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ, ഇവിടെ നടക്കുന്ന ഇത്തരം ചില ശരികളെയും നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നിങ്ങൾക്കൊക്കെ എത്ര ഇച്ഛാഭംഗം വന്നാലും ഇതൊക്കെ നടന്നിരിക്കും. കാലത്തിന്റെ നിയതിയുടെ തീരുമാനമാണ്. നിങ്ങളൊക്കെ ചെയ്ത തെമ്മാടിത്തരത്തിന് നിങ്ങൾ കൊണ്ടുപോയ ആളുകൾ തരുന്ന മറുപടിയാണത്. കാരണം അവിടെ പോയിട്ട് അവർക്ക് എന്താ കിട്ടി? പോയവർക്ക് സ്വർഗരാജ്യം. പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് കണ്ട് ആനന്ദിക്കാൻ പറ്റുമോ? സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരാൾക്ക് അത് ഉറപ്പായിട്ട് കാത്തു നിൽക്കാൻ പറ്റില്ല. അവിടെ പോയിട്ട് ചതിവ് പറ്റിയ ഭൂമിയിൽ വന്ന് കേസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് കാത്തു നിൽക്കാൻ പറ്റില്ല. സമത്വം, എന്ത് സമത്വം കിട്ടി? അധസ്ഥിത വിഭാഗം അവിടെ ചെന്നപ്പോ മാക്രിയും പൂക്രിയൊക്കെ തന്നെയായി. പുലയ ക്രിസ്ത്യാനി അല്ലെ, അത്തരം മലയ ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് തന്നെ അവൻ മാക്രിയും പൂക്രിയായി നിന്നു. ആരാധ്യനായ നേതാവ് പാസ്വാൻജി പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഹൈന്ദവ സമാജം ഇന്നലെകളിലെ ഉച്ചനീചത്വങ്ങൾക്ക് മധുരമായി ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തു. അതിനവരെങ്ങനെയാണ് കടം വീട്ടിയത്? ഒരു പട്ടികജാതിക്കാരനെ ഇന്ത്യയുടെ ആരാധ്യമായ പ്രസിഡന്റ് പദവിയിലും ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തും അടക്കമുള്ള ഉന്നതങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ ജാതീയമായ ചിന്തകളില്ലാതെ അതിനെ നെഞ്ചേറ്റി വാങ്ങിയ ഹൈന്ദവ സമാജം. ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇതിലോ കണ്ടു, മറ്റേ സെമിത്തേരി വേറെയാണ്, പള്ളി വേറെയാണ്. ഓട്ടെ, ഒരു പെണ്ണിനെ കഴുത്തിൽ കുരിശ് കണ്ട് പ്രേമിച്ചു എന്നാ കേസ്. ഇവനും ക്രിസ്ത്യാനിയാണല്ലോ, മതം മാറിപ്പോയതാണ്. കഴുത്തിൽ കുരിശ് കണ്ട് ക്രിസ്ത്യാനിയെ പ്രേമിച്ചു, ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ചു. പക്ഷെ ചക്ക ഉള്ളിലേക്ക് അടുത്തപ്പോഴാണ്, ചക്ക മൂത്ത ചൂന്നാലല്ലേ അറിയുള്ളൂ, ഉള്ളിൽ ചെന്നാലേ അറിയുള്ളൂ. അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി എറിഞ്ഞത്. പെണ്ണും വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചപ്പോ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, നിനക്ക് തരില്ല. എന്തേ? നെയ്യ് പൊലയം മാറിയതാണോ ഞങ്ങള് നമ്പൂരി മാറിയതാണെന്ന് പറഞ്ഞു. ഞങ്ങള് നമ്പൂതിരി മാർഗം കൂടിയതാണോ നെയ്യ് പൊലയം മാറിയതാണോ? തരാൻ പറ്റില്ല പറഞ്ഞു. പരാതിയുമായി പള്ളിയിലച്ഛൻ്റെ അടുത്ത് ചെന്നു. അവര് പറഞ്ഞു ശരിയാ, അവര് പണ്ട് മാർത്താമ വന്നപ്പോ നമ്പൂരി മാർഗം കൂടിയതാ, നെയ്യ് പൊലയം മാർഗം കൂടിയതാ, കെട്ടാൻ പറ്റില്ല എന്നു. എന്ത് സമത്വം കൊടുത്ത്? ഇത് അവര് തിരിച്ചറിയുന്നു. അവർ അന്നമാണ് കഴിക്കുന്നത്. ആരാണെങ്കിലും സ്വർഗം തരാമെന്നും രോഗം മാറ്റാമെന്നും ഒക്കെ ഇത്തിരി കാലത്തേക്ക് ഈ ജാടകളൊക്കെ നടക്കും. ആട് തേക്ക് മാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കുടുങ്ങിയില്ലേ കുറച്ചു കാലത്തേക്ക്? ലാഭം കിട്ടും എന്ന് കുറെ പേര് കൊണ്ടുപോയി കാശിട്ടില്ലേ? അതുപോലെ ക്രിസ്തു മതത്തിലും പലരും കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ചതിവ് പറ്റി. ആട് തേക്ക് മാഞ്ചിയം പോലെ 8 നില പൊട്ടി തിരിച്ചു വന്നേ മതിയാകുള്ളൂ. അപ്പോ ഇത് ഹിന്ദുത്വത്തിന്റെ നൂറ്റാണ്ടാണ്, ഹിന്ദുത്വത്തിന്റെ സഹസ്രാബ്ദമാണ്. നമുക്ക് മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ തന്നെ ധർമ്മത്തിലും ആധ്യാത്മികതയിലും ദൈവമേ കാത്തുകൊള്ളുകങ്ങ് എന്ന് പറഞ്ഞ ആ അവസ്ഥയില് ഈശ്വരീയമായ അടിത്തറയില് സംഘടന കൊണ്ട് ശക്തരായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, വാഴണം സുഖം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക്, സുഖം മാത്രം, മറ്റാരെയും ദ്രോഹിക്കാതെ തന്നെ സുഖം കിട്ടണം.
എല്ലാ അർത്ഥത്തിലും പീഡനങ്ങളില്ലാത്ത പ്രീണനങ്ങളില്ലാത്ത ഒരു ഇന്ത്യ, അത് നമ്മുടെ ലക്ഷ്യമാണ്. എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു നാള് നമുക്ക് വേണം. നമ്മുടെ കിട്ടുന്നുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, മാതാ അമൃതാനന്ദമയി ദേവിയെ, സത്യസായി ഭഗവാനെ, ശ്രീ ശ്രീ രവിശങ്കർജിയെ നമുക്ക് ആശ്രയിക്കാൻ വയ്യ. ആഴണം വാഴണം സുഖം എന്ന് പറഞ്ഞ ആ കാൽച്ചോട്ടിലൊന്ന് വീണ് ആ ആധ്യാത്മികതയുടെ സുഖമൊന്ന് നുകരാൻ ഇന്ന് പറ്റില്ല. കാരണം അവരാൾ ദൈവമാണ്. അത് മോശമല്ലേ? അപ്പൊ നമ്മുടെ ചെറുപ്പക്കാര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചവരുടെ പേര് ആൾ ദൈവം എന്നാണെങ്കിൽ മരിച്ചതിന് ശേഷം അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണം? നേരത്തെ പറഞ്ഞില്ലേ നറുക്കിട്ടെടുത്തു എന്നൊക്കെ. അത് മരിച്ചവരാണ്. മരിച്ചവര് ദൈവമാകുന്നു, മരിച്ചവർ അത്ഭുതം കാണിക്കുന്നു. എന്ത് പേരിട്ട് വിളിക്കാം? ചെറുപ്പക്കാർ പറഞ്ഞ ഉത്തരവാട്ടെ, എന്റെ ഉത്തരവല്ല. ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വായിച്ചതാണ്, ചർച്ചയിൽ സജീവമായി കണ്ടതാണ്. ജീവിച്ചിരിക്കുന്നവർ ആൾ ദൈവമാണെങ്കിൽ മരിച്ചതിന് ശേഷം അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ ചുരുങ്ങിയത് പ്രേതദൈവം എന്നെങ്കിലും വിളിച്ചുകൂടെ എന്നാണ് നമ്മുടെ ചെറുപ്പക്കാർ ചോദിച്ചു പോയത്. അത് ഈ വിളി കേട്ട് മടുത്തവരുടെ ചോദ്യം, നമ്മുടെ സംസ്കാരമല്ലത്. ഈ വിളി കേട്ട് മടുത്തവരുടെ ചോദ്യമാണ്. മനോരമ ചാനലില് ഗംഭീരമായി ആൾ ദൈവത്തിനെതിരെയുള്ള ചർച്ച നടക്കുന്നു. ചർച്ചക്കിടയിൽ പരസ്യം വരുന്നു, വാഴ്ത്തപ്പെടുന്നവരുടെ ചർച്ച. ചാവറ അച്ഛനൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ഹിന്ദുവിന് ആരാധ്യമായതൊന്നും പാടില്ലേ? ആരെ വാഴ്ത്തിനോട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു ചെറിയ വിഷമം എന്താ വെച്ചാൽ, നമ്മൾ ഈ മറ്റേ കണ്ണൻ ദേവൻ ചാട് ഒരു പരസ്യം കണ്ട ഓർമ്മ വന്നത്, പ്രകൃതിയുടെ മിശ്രിതം ടാറ്റായുടെ പാക്കിംഗ്. പ്രകൃതിയുടെ മിശ്രിതം ടാറ്റായുടെ പാക്കിംഗ്. ഇതുപോലെ പാപ്പായുടെ പ്രഖ്യാപനം കേരള സർക്കാരിന്റെ ചെലവ്. അതാ നടന്നത്. ഇടത്തുനിന്നും വലത്തുനിന്നും കെട്ടിക്കേറിപ്പോയി സംഘാംഗങ്ങൾ വത്തിക്കാനിലേക്ക്. വിവരാവകാശ നിയമപ്രകാരം ഇവിടെ ചിലർ ചോദിച്ചു, വത്തിക്കാൻ ക്ഷണിച്ചിട്ടാണോ ഇവിടുത്തെ ഇടത് വലത് നേതാക്കൾ പോയത്? വാഴ്ത്തപ്പെടുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാൻ ഒരു രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. ആ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ക്ഷണം കിട്ടിയിട്ടാണോ മന്ത്രിമാരും MLA-മാരും കക്ഷി നേതാക്കളും അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് പോയത്? ആ പോയവരുടെ ചെലവ് ആരെടുത്തു? ഇടത്തും വന്നും വലത്തു നിന്നും ഉള്ളവർക്ക് വത്തിക്കാനിൽ പോയി ആ ചടങ്ങിൽ പോയി പങ്കെടുക്കാൻ ചെലവാരെടുത്തു? വിവരാവകാശ നിയമപ്രകാരം കൊടുത്തപ്പോൾ അരി എത്ര പയറഞ്ഞാഴി എന്ന ഉത്തരവാ കിട്ടിയത്. മന്ത്രി PJ ജോസഫിന് പോവാൻ 2,73,500 രൂപ സർക്കാർ ഫണ്ട് അനുവദിച്ചു. അത് വിമാനക്കൂലി മാത്രം. അപ്പൊ അയാൾ ഭക്ഷണം കഴിക്കാണ്ടേ പോയി? അത് ഹോട്ടലിൽ മുറിയെടുക്കാണ്ടേ കിടന്നുറങ്ങി? വിമാനക്കൂലി 2,73,500 രൂപ കേരള സർക്കാർ കൊടുത്തു. അപ്പൊ ബാക്കിയുള്ളവരോ? അത് ഞങ്ങളുടെ വകുപ്പ് നല്ല ഉത്തരം കിട്ടണ്ട. ഞങ്ങൾക്ക് മന്ത്രിയുടെ മാത്രം കണക്കായിരുന്നു. കാരണം മന്ത്രി ഒന്നേ ഉള്ളൂ. മന്ത്രിയുടെ അതേ വിമാനക്കൂലി മറ്റവർക്കും കൊടുത്തിട്ടുണ്ടാവില്ലേ? കൊടുക്കണ്ടേ? അതോ കൺസെഷൻ ഉണ്ടോ? ചിന്തിക്കൂ. ഈ പോയതിന്റെ ഒക്കെ പൈസ ആരുടെ? എന്റെ നിങ്ങളുടെ നികുതി പണം. പറയാൻ ആളുണ്ടോ? ചോദിക്കാൻ ആളുണ്ടോ? കോടിക്കണക്കിന് രൂപ നേരിട്ടും അല്ലാതെയും കേരളത്തെ വളർത്തിയെടുക്കുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പണമുണ്ടോ? നേരിട്ടും അല്ലാതെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം വളർത്തുന്നു അയ്യപ്പൻ. അതുകൊണ്ട് കേരള സർക്കാരിനും അതിന് നന്ദിയുണ്ട്. എത്ര അവലോകന യോഗ ചേർന്നെന്നറിയാമോ അയ്യപ്പന്മാർക്ക് വേണ്ടി? പമ്പയിലും സന്നിധാനത്തും ഒക്കെ അയ്യപ്പന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് വെച്ചിട്ട് എത്ര വട്ടാ മന്ത്രിമാരിരുന്ന് ചിന്തിച്ച് അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഇനി പോരും, എല്ലാം ഒരുക്കമായി പറഞ്ഞു. വൃശ്ചിക പുലരിയിൽ തൊഴാൻ അയ്യപ്പന്മാര് കൂത്തി ഒഴുകി വന്നു. നമ്മൾ TV കാണുമ്പോ കാണുന്നു, തുലാമാസം 30-ാം തീയതി അർദ്ധരാത്രി നിലയ്ക്കൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പന്മാർ കുത്തിയിരുന്ന് ശരണം വിളിക്കുന്നു. പ്രതിഷേധിക്കുക. കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കണ്ട, പക്ഷെ കഴുത്തി മുദ്രയല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചും കുത്തിയിരുന്ന് ശരണം വിളിക്കുക. എന്താ കാര്യം? പഞ്ചനക്ഷത്ര സൗകര്യം ചോദിച്ചിട്ടൊന്നല്ല, മൂത്രം ഒഴിക്കാൻ മിനിമം ഒരു മറ കിട്ടിയാൽ കൊള്ളായിരുന്നു. അവര് മറൈൻ ഡ്രൈവ് സംസ്കാരത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ, എവിടെയും എന്തുമാകാന്ന്. അതുകൊണ്ടൊരു മറ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒരു കിണ്ടി വെള്ളം കിട്ടിയ എല്ലാവർക്കും കൂടി ദർഭപുല്ലെങ്കിലും തളിച്ച് ശുദ്ധമാകായിരുന്നു. ഇതിനാ സമരം ചെയ്ത്. പകുതിയോളം ടോയ്ലറ്റുകൾ അവിടെ തുറന്നിട്ടില്ല. നിലയ്ക്കല് തുറന്നതിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല. ഇതാണോ അയ്യപ്പന് കിട്ടുന്നത്? കോടികൾ ചെലവഴിച്ച് വാഴ്ത്തപ്പെടുന്നവരുടെ ചടങ്ങിലേക്ക് പറഞ്ഞയക്കുന്ന കേരളത്തിൽ അയ്യപ്പന് മൂത്രം ഒഴിക്കണം എന്നെങ്കിലും ചിന്തിച്ചൂടെ? ഈ
മലയാളി അയ്യപ്പന്മാർ പൊതുവെ ശരണം വിളിക്കാൻ മടിയുള്ളവരാ. കെട്ടിടത്ത് താങ്ങുമ്പോൾ ശരണം വിളിച്ചവനെ 18-ാം പടി ചവിട്ടുമ്പോഴാണ് ശരണം വിളിക്കുക. അത് നമ്മൾ വളരെ ഡീസന്റ് ആണ്. അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാല്ല. നമ്മൾ ഈ തമിഴനും തെലുങ്കനും കന്നഡക്കാരനൊക്കെ പിന്നെ ശരണം വിളിക്കുമ്പോ ഇതെന്തൊരു അല്ലെ, ഒരു സംസ്കാരമില്ലേ അത്. നമ്മൾ വളരെ ഡീസന്റാ. ആ ശബരി എക്സ്പ്രസ് ഒക്കെ അങ്ങനെ കോട്ടയത്തും ചെങ്ങന്നൂരോട് നന്നാ മുഴങ്ങും റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മളിങ്ങനെ നോക്കും കേട്ടേ ഇതെന്തൊരു ജാതികളല്ലേ. നമ്മൾ വളരെ ഡീസന്റാ. പക്ഷെ എന്നാ അയ്യപ്പന്മാര് വരെ മലയാളികൾ അടക്കമുള്ളവര് ഈ വർഷം പല ദിവസവും പമ്പയെന്ന് ഗംഭീര ശരണം വിളിയാ. ഇതുവരെ പതിവില്ല. പമ്പയെന്ന് ഗംഭീര ശരണം വിളി. ശരണം വിളി മാത്രമേ കേൾക്കാളൂ, ആളെ കാണാനില്ല. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ശരണം വിളിയുണ്ട്, പക്ഷെ ആളെ കാണില്ല. അവരൊക്കെ പിന്നെ അല്ലേലും ശരണം വിളിക്കും. മലയാളി വിളിക്കാൻ കാരണം എന്താന്ന് അന്വേഷിക്കണ്ടേ. ഒരു പൊതുവെ മടിയനാണല്ലോ, ആളെ ഒട്ട് കാണാനുമില്ല. എവിടുന്നാ വിളിക്കണമെന്നറിയോ? ടോയ്ലറ്റിന്റെ ഉള്ളിന്നാ. എന്തിനാ ഈ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ശരണം വിളിക്കുന്നത്? അതിന് കുറ്റിയില്ല. ആരും അതിക്രമിച്ച് കടക്കാണ്ടിരിക്കാൻ വേറൊരു വഴിയും കാണാനില്ല. സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ, ഞങ്ങളെ നാണവും മാനവും കാക്കാൻ സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരുന്ന് ശരണം വിളിക്കുക. കോടികൾ ചെലവഴിച്ച് വാഴ്ത്തപ്പെടുത്താൻ ഫണ്ടുള്ള കേരളത്തില് അയ്യപ്പന്മാരുടെ മിനിമം മനുഷ്യാവകാശങ്ങളെങ്കിലും എന്തേ പാലിക്കാഞ്ഞത്? നമുക്ക് പറയാം, ആളുകൾ കേടുവരുത്തുന്നതാകാം, സർക്കാർ എന്ത് ചെയ്യാം? കുറ്റിയൊക്കെ ഇളക്കാം, ദിവസത്തിൽ ഒരിക്കലും ഒരു പരിശോധന നടത്താൻ, അറ്റകുറ്റപ്പണികൾ നടത്താൻ. അതിന് എത്ര കോടികൾ ഭണ്ഡാരത്തിൽ വീഴ്ത്തണം ഹിന്ദു? ചിന്തിക്കണ്ടേ? ഈ ക്രൈസിസ് മാനേജ്മെന്റ് ഇവിടെ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന് എന്ത് ഇവിടുത്തെ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയും? ഇത്രയും മതി, ഈ അമ്മറക്കി മാറ്റി മതി എന്നങ്ങ് തീരുമാനിച്ചു. ഹിന്ദു അല്ലേ, ഇതൊക്കെ അനുഭവിച്ചോളൂ, എന്നാലേ അവൻ ഭണ്ഡാരത്തിൽ കാശിട്ടോളൂ. അതിനൊരു കുറവും വരാത്തിടത്തോളം കാലം പ്രശ്നമില്ല. വളരെ ബുദ്ധിമുട്ടി അത്ര ശബരിമലയൊക്കെ ഭരിക്കണത് സർക്കാർ. എന്തിനാ അത്ര ബുദ്ധിമുട്ടി ഭരിക്കണത്? ഈ ബുദ്ധിമുട്ടിന്റെ ഇടയിലും പറയുക, ഞങ്ങൾ ഇനിയും വേണമെങ്കിൽ ബുദ്ധിമുട്ടി പത്മനാഭസ്വാമി ക്ഷേത്രവും വേണമെങ്കിൽ ഭരിച്ചോളാന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത്. എന്തോ ഒരു ത്യാഗം! ആ ത്യാഗത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കണ്ടേ? പപ്പനാവനോടുള്ള കൂറുകൊണ്ടല്ല, പപ്പനാവന്റെ കാൽച്ചോട്ടി കിടക്കണ കോടികൾ കണ്ടിട്ടുള്ള ഏനക്കാടാണ് ഉമ്മൻചാണ്ടിക്ക്. അല്ലാതെ അതങ്ങ് ഭരിച്ച് നന്നാക്കി കളയാതെ നമുക്ക് എന്തൊരു സ്നേഹം, ത്യാഗം! എന്തിനീ ബുദ്ധിമുട്ട്? ഈ നിങ്ങളാണോ ശബരിമലയിൽ നാഴി കഞ്ഞി പാരാൻ ചെന്ന സന്നദ്ധ സംഘടനകളിൽ നിന്ന് പിഴ ഈടാക്കാൻ തുടങ്ങിയത്? അയ്യപ്പന് കഞ്ഞി കൊടുക്കാൻ അവര് ദിവസത്തിന് 10,000 രൂപ ദേവസ്വം ബോർഡിന് പിഴ കൊടുക്കണം എന്ന് പറഞ്ഞു. മകരവിളക്ക് കാലത്ത് 1,00,000 രൂപ. ഇതെന്താ അരംഗസീബ ഭരിക്കുന്നു? ഒരു അയ്യപ്പന് കഞ്ഞി പാരാൻ നമ്മൾ പിഴ കൊടുക്കണോ? നാളെ പമ്പയിലൊന്ന് മുങ്ങാൻ പിഴ കൊടുക്കേണ്ടി വരും. അറംഗസീബിന്റെ കാലത്ത് ഗംഗയിൽ മുങ്ങാൻ പിഴ കൊടുത്തിട്ടുണ്ട്. ഇപ്പോക്ക് പോയാൽ നാളെ പമ്പയിലൊന്ന് മുങ്ങാൻ നമ്മൾ പിഴ കൊടുക്കേണ്ടി വരും. സ്വാമിയേ ശരണമയ്യപ്പ, ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. അവിടെ തുടങ്ങാം നമുക്ക്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. പക്ഷെ അവസാനം ആ സുഖം നമ്മളിലാണ്. ആഴണം വാഴണം സുഖം. അവനവന്റെ അഭിമാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവനവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഹൈന്ദവ സമാജത്തിന് സാധിക്കണം. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായിട്ട് ഇന്ന് എല്ലാ സാമുദായിക സംഘടനകളും ആ പാതയിലാണ്. അവർ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ആരൊക്കെയോ മുറം വാങ്ങിച്ചു കൊണ്ടുപോവുകയും വലിച്ചെറിയുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തുനിന്ന് പെറുക്കിക്കൊണ്ടിരിക്കുക. വലിച്ചെറിഞ്ഞ അരിയെ, ആചാരങ്ങളെ, വിശ്വാസങ്ങളെ നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുള്ളൂ. ഇവിടെ എല്ലാ അർത്ഥത്തിലും ഈ നാടിന്റെ നേരവകാശികൾ, ഈ ധർമ്മത്തിന്റെ നേരവകാശികൾ, അവരുടെ കണ്ണിൽ നിന്ന് ഇനിയും കണ്ണീര് വീഴരുത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. വളരെ ധൈര്യമായി തന്നെ വിജയിക്കാവുന്ന എല്ലാ മേഖലയിലും വിജയിച്ചുകൊണ്ട്, ചെറിയ വിജയങ്ങളെ കൊണ്ടൊന്നും സമാധാനിക്കരുത്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ എല്ലാ നെറികേടുകൾക്കും പ്രത്യുത്തരം ഉണ്ട് എന്ന് ഭാരതത്തിലെ ജനത തെളിയിച്ചു. 2014 ആ ഉണർവിന്റെ വർഷമായിരുന്നു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ, നിബോധത എന്ന വിവേകാനന്ദ സ്വാമിയുടെ വചനങ്ങൾ ഏറ്റുവാങ്ങിയ 2014 വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതി ആഘോഷം. ആ ആഘോഷങ്ങളുടെ പരിസമാപ്തിയിൽ നമ്മൾ കണ്ടത് ഇവിടുത്തെ ദേശീയ ജനത ഉണർന്നു, എഴുന്നേറ്റു, ലക്ഷ്യം നിശ്ചയിച്ചു. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തു അവര്. ആ ലക്ഷ്യപ്രാപ്തിയായിരുന്നു കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലെ അല്ല, ഇനി വരുന്ന എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങളിലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തേണ്ടത് ഈ ധർമ്മത്തിൽ അഭിമാനമുള്ള, ഈ ധർമ്മത്തെ സ്നേഹിക്കുന്ന കൈകളെ കൊണ്ടായിരിക്കുമെന്നുള്ളത് അതാ തീരുമാനമായിരുന്നു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത എന്ന വചനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ
ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ, വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി ആഘോഷിക്കുമ്പോൾ നമ്മളും എടുക്കുന്നുണ്ട് ചില തീരുമാനങ്ങളൊക്കെ. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനമൊന്നുമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ ജാതിക്കും, എല്ലാ മതത്തിനും, എല്ലാ ഈശ്വരന്മാർക്കും തുല്യ പരിഗണന കിട്ടിയിരിക്കണം. ആരെയും അപമാനിക്കാൻ ഇനി ഇവിടെ ആർക്കും പറ്റില്ല. അപമാനങ്ങൾ ഏറ്റുവാങ്ങാനുള്ളവരല്ല നമ്മള്. നമ്മുടെ ആയിരക്കണക്കിന് പെമ്മക്കളെ ചതിച്ചു കൊണ്ടുപോയി മതം മാറ്റുമ്പോൾ നോവാത്തവർക്ക് 7 കുടുംബങ്ങൾ തിരിച്ചു വന്നപ്പോൾ നോവുന്നുണ്ടെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്നുള്ളത് അത് മുറകെ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീതി, അത് നേടുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പോരാടും. സംഘടനയിലൂടെ ശക്തരാകാൻ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആഴണം വാഴണം സുഖം എന്ന അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ പോക്കെങ്കിൽ ഞങ്ങളും സംഘടന കൊണ്ട് ശക്തരാകും. ആരാണോ ഞങ്ങൾ, എന്താണോ ഞങ്ങൾക്ക് പറ്റിയ അപകടം, എന്തേ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടാൻ കാരണം നിയമം അങ്ങനെയാണ്. എന്ത് ചോദിച്ചാലും പറയാം നിയമം അങ്ങനെയാണ്. എങ്കിൽ 1950കളിലെ കാലഹരണപ്പെട്ട ദേവസ്വം നിയമങ്ങൾ മാറ്റണം. എങ്ങനെയാ മാറ്റം ചെയ്യാം? നിയമസഭയ്ക്കകത്ത് ക്ഷേത്രത്തിൽ അഭിമാനിക്കുന്ന, ഹിന്ദു ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം. അവർ നിയമം ഉണ്ടാക്കണം. കേരള നിയമസഭയ്ക്കകത്ത് 7 കുടുംബങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നാൽ അപമാനം തോന്നുന്നവരല്ല നാളെ ദേവസ്വം മന്ത്രിയാകേണ്ടത്. അവരല്ല നാളെ ദേവസ്വം മെമ്പർ ആകേണ്ടത്. അവരല്ല നാളെ ദേവസ്വം പ്രസിഡന്റ് ആകേണ്ടത്. ഹിന്ദു ക്ഷേത്രം ഭരിക്കുന്നവർ ഹിന്ദുത്വ അഭിമാനികളായിരിക്കണം. ഇവിടുത്തെ നിയമത്തിന് മതത്തിന്റെ മുഖം ഉണ്ടാകരുത്. ഒരു മതത്തിന് വേണ്ടി നമ്മൾ പറയുന്നില്ല, എന്നത് ഡൽഹിയിൽ നടക്കുന്നില്ല. ഒരു മതത്തിന് വേണ്ടിയുള്ള ഭരണമൊന്നുമല്ല നടക്കുന്നത്. മോദിജി അധികാരത്തിൽ കയറി 100 ദിവസം കഴിയുന്നതിന് മുമ്പ് എടുത്ത തീരുമാനം എല്ലാ തീർത്ഥയാത്രയുടെയും സേവന നികുതി ഒഴിവാക്കി. അത് ഹജ്ജിനും കിട്ടി, മാനസരസിനും കിട്ടി, എല്ലാറ്റിനും കിട്ടി. എല്ലാ തീർത്ഥയാത്രകൾക്കും ഉള്ള സേവന നികുതി ഒഴിവാക്കി. കേരളത്തിലെ പത്രക്കാർ മുക്കി. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. അത്രയേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ ഗുരുദേവന്റെ മണ്ണിൽ നമ്മൾ എല്ലാവരും തുല്യരാകണം. എല്ലാവർക്കും ഒരേ അവകാശവും അധികാരവും കിട്ടിയിരിക്കണം. ഇന്നത്തെ പോലെ ചിലർ കൂടുതൽ തുല്യരാകരുത്. കയ്യിലുള്ള അധികാരം സ്വന്തം സമുദായത്തെ വളർത്താനെന്നും അന്യ സമുദായത്തെ തകർക്കാനാണ് എന്ന് വിശ്വസിക്കുന്ന മന്ത്രിമാർ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ ഉണ്ടാകരുത്. അത്തരം ചില തീരുമാനങ്ങൾ സംഘടന കൊണ്ട് പ്രബുദ്ധരാകാൻ, സംഘടന കൊണ്ട് ശക്തരാകാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ തീരുമാനിച്ച ഈ സമാജത്തിനുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നവതി ആഘോഷിക്കുമ്പോൾ ഞാനൊരു ഹിന്ദുവാണ് എന്ന പ്രതിജ്ഞ ഒരിക്കൽ കൂടി പുതുക്കിക്കൊണ്ട് അന്ന് വൈക്കം ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ തീണ്ടൽ പലക എടുത്തു മാറ്റാനാണ് ഹൈന്ദവ സമാജം ഒറ്റക്കെട്ടായി വൈക്കം സത്യാഗ്രഹത്തിൽ ഇറങ്ങിയതെങ്കിൽ ഇന്ന് ഇവിടുത്തെ സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡ്, ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ ഹിന്ദുവിന് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡ്, ഇവിടെ ഹിന്ദുവിന് അധികാരമില്ല എന്ന് എഴുതി വെച്ച ബോർഡ്, ഹിന്ദുവിന് ആനുകൂല്യമില്ല എന്ന് എഴുതി വെച്ച ബോർഡ്, അതെടുത്ത് അറബിക്കടലിൽ എറിയാൻ ഞാനൊരു ഹിന്ദുവാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ക്ഷേത്രമാണ് നമ്മുടെ കളം, ആത്മീയതയാണ് നമ്മുടെ അടിത്തറം. അതുകൊണ്ട് നമുക്ക് മുൻപേ നടന്ന ആചാര്യന്മാരോട്, സാമൂഹ്യ പരിഷ്കർത്താക്കളോട്, നമുക്ക് മുന്നേ നടന്ന തലമുറയോട് കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ മാർഗം അവർക്ക് മുന്നിൽ തെളിച്ചു വെക്കാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അതിലൂടെ വന്ന് ആഴണം വാഴണം സുഖം, ആഴണം വാഴണം സുഖം.